ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എഡ്യൂ പ്ലസ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്ററാണ് മോളിക്കുലാർ ഇൻഹെറിറ്റൻസ് ആൻഡ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്റർ കേൾക്കുമ്പോൾ തന്നെ വലിയൊരു ചാപ്റ്ററായിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ? മോളിക്കുലാർ ഇൻഹെറിറ്റൻസ്, ഇതുവരെ കേട്ടിട്ടില്ലാത്ത വാക്കുകളൊക്കെ ആയിരിക്കും നിങ്ങൾ കേൾക്കുന്നത് അല്ലേ? അപ്പോൾ മോളിക്കുലാർ ഇൻഹെറിറ്റൻസ് ആൻഡ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കണ്ട. ലൈക്ക് ഇത് നമ്മൾ DNA-യും ജീൻസും അതിൻ്റെ കമ്പോസിഷൻസും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ ഒരു മോളിക്കുലാർ ഇൻഹെറിറ്റൻസ് ആൻഡ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നമ്മൾ DNA കുറിച്ച് സ്റ്റഡി ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റിസർച്ച് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മോളിക്കുലാർ സയൻസ് ഒക്കെ എടുത്തിട്ടാണ് പോവുക. അതിൽ നമുക്ക് അതുപോലെ തന്നെ ജീൻസിനെ കുറിച്ചാണ് കുറച്ചും കൂടെ അറിയേണ്ടതെങ്കിൽ നമ്മൾ ജെനറ്റിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ജെനറ്റിക്സ് ഒക്കെ പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ ജെനറ്റിക്സിൻ്റെ ബേസിസിലാണ് നമ്മൾ പോവുക. അപ്പം ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് റിസർച്ച് ടെക്നിക്കിൽ നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഇപ്പോൾ ബയോളജിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നോർമലി നമ്മളുടെ ഓരോ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്തിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ DNA അല്ലേ? നമ്മൾ ഓരോരുത്തരുടെ DNA-യും ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള DNA-യിലായിരിക്കും ഓരോരോ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. അപ്പം ഓരോരുത്തരുടെ ആ ഒരു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന DNA-നെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ലേ? എന്തായിരിക്കും DNA-ൻ്റെ ഉള്ളിൽ എന്തെല്ലാം സ്ട്രക്ചേഴ്സ് ഉണ്ട്, എന്തൊക്കെയായിരിക്കും ഈ ഇൻഫർമേഷൻ, എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക, അങ്ങനത്തെ ഒക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ്. ഇതൊരു ബേസ് ആയിട്ട് മാത്രമേ ഈ ചാപ്റ്റർ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ DNA-ൻ്റെ സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, അതിൽ ഏതൊക്കെ ബേസസ് ഉണ്ട്, എങ്ങനെയാണ് DNA-ൻ്റെ സ്ട്രക്ചർ അങ്ങനെ നിൽക്കുന്ന, ആരാണ് കണ്ടുപിടിച്ചത്, അങ്ങനത്തെ ടെക്നിക്സും കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ മേജർലി നിങ്ങൾക്ക് നോക്കാനുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇതേപോലെ പോയാൽ മതി. ഇത് കുറച്ച് ലോങ് ആയിട്ട് തോന്നും, പക്ഷെ നമുക്കത് ഷോർട്ടാക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ 1 ജീൻ 1 എൻസൈം ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബയോകെമിസ്റ്റ് ഉണ്ട്. അയാളെന്ന് പറയുകയാണെങ്കിൽ ഒരു ബയോകെമിസ്റ്റാണ്, ആർച്ചിബാൾഡ് ഗാരോഡ് എന്ന് പറയുന്ന ഒരാൾ. ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജീനാണ് ഒരു എൻസൈമിനെ ഉണ്ടാക്കുന്നതെന്നാണ് അയാൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എൻസൈം എന്താണെന്ന് അറിയില്ലേ? എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ ഇപ്പം എന്തെങ്കിലും ഒരു ഹോർമോൺ ഡെഫിഷ്യൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹോർമോൺ ഉണ്ടാക്കണമെങ്കിൽ ഒരു എൻസൈം വേണം. ലൈക്ക് എൻസൈമും സബ്സ്ട്രേറ്റും കൂടുമ്പോൾ അല്ലേ നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഈ എൻസൈം എന്ന് പറയുന്ന സാധനം നമുക്ക് ഏതെങ്കിലും ഓർഗനായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറയാം, ഒരു എൻസൈമിൻ്റെ പേരാണ്, നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതാ എൻസൈം, ലിവറിൽ നമുക്കുണ്ടാകുന്ന ഒരു എൻസൈം ഏതാണ്? ലിവറിൽ ഇൻസുലിൻ, അതൊരു ടൈപ്പ് ഓഫ് എൻസൈംസ് ആണ്. ഇനി അതേപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്കിൽ കുറേ ഗ്യാസ്ട്രിക് എൻസൈംസ് ഇല്ലേ, HCl, ലിപ്പേസ്, പെപ്സിൻ, അങ്ങനെ കുറേ എൻസൈംസ് ഇല്ലേ. അതുപോലെ തന്നെ ഈ എൻസൈമുകൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതൊരു ജീനിൽ നിന്നാണ് വരിക എന്നാണ് ഈ ഒരു സയൻറ്റിസ്റ്റ് പറഞ്ഞത്. അപ്പോൾ ആർച്ചിബാൾഡ് ഗാരോഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് നമുക്ക് ഈ ജനിക്കുന്ന സമയത്ത് തന്നെ ഇൻബോൺ ആയിട്ടുള്ള ഒരു മെറ്റബോളിസത്തിൽ എറർ വരുമല്ലോ. ജനിക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ടാണ് ഒരു എൻസൈം വരാത്തത്, എന്തെങ്കിലും ഒരു ജീനിനൊരു പ്രശ്നം വരുമ്പോഴാണ് ഒരു എൻസൈം ഉണ്ടാവാത്തത് എന്നാണ് ആർച്ചിബാൾഡ് ഗാരോഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക് ഡിസോർഡേഴ്സ് ആയിട്ടുള്ള 2 ഡിസോർഡേഴ്സിനെയാണ് അയാൾ കാണിച്ചത്. ഏതാണെന്ന് വെച്ചാൽ ഒന്ന് ഫീനൈൽ കീറ്റോയൂറിയ എന്ന് പറയുന്ന ഒരു അസുഖവും പിന്നെ ആൽക്കപ്റ്റോന്യൂറിയ എന്ന് പറയുന്ന ഒരു അസുഖവും. ഈ 2 അസുഖങ്ങളും എന്താ കോസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ എൻസൈമുകൾ അവിടെ ആക്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഈ 2 അസുഖങ്ങളും ഉണ്ടായതെന്നാണ് അയാൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 1 ജീൻ വാസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എൻ എൻസൈം എന്നാണ് അയാൾ പറഞ്ഞത്. അതായിരുന്നു 1 ജീൻ 1 എൻസൈം ഹൈപ്പോത്തസിസ്. ഒരു ജീനിൽ നിന്ന് ഒരു എൻസൈം എന്നാണ് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലേറ്റർ കുറേ കഴിഞ്ഞപ്പം ഇയാൾക്ക് തന്നെ മനസ്സിലായി, അതുമല്ല മീൻസ് ടെക്നിക്സ് ഒക്കെ വലുതായി വന്നപ്പം ഒരു ജീനല്ല ഒരു എൻസൈമിനെ കോഡ് ചെയ്യുന്നത്, പകരം ഒരു ജീന് ഒരു പോളിപെപ്റ്റൈഡിനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കണ്ടുപിടിച്ചത്. ഒരു പോളിപെപ്റ്റൈഡ് പറഞ്ഞാൽ എന്താ? പ്രോട്ടീനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോട്ടീനുള്ള എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചെന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആര് വരും? പെപ്സിൻ എന്ന് പറയുന്ന എൻസൈം വരും. നിങ്ങൾക്ക് അറിയുന്നില്ലേ? ഈ പെപ്സിൻ എന്ന് പറയുന്ന എൻസൈം വന്നു കഴിഞ്ഞാൽ പ്രോട്ടീൻ എന്താക്കും? പെപ്റ്റൈഡുകളാക്കി മാറ്റും. അത് പറഞ്ഞാൽ പ്രോട്ടീൻ്റെ സിംപ്ലർ യൂണിറ്റാണ് പെപ്റ്റൈഡ് എന്ന് പറയുന്നത്. ഈ പെപ്റ്റൈഡിനെ പിന്നെ നമുക്ക് മുറിച്ചാൽ എന്താക്കാൻ പറ്റും? ഇമ്യൂണോ ആസിഡ്സ് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോട്ടീൻ ഉണ്ടാക്കണം, നമ്മൾ തിരിച്ചു പോകണം. ഇത് നമ്മൾ പ്രോട്ടീൻ കഴിച്ചാൽ പ്രോട്ടീൻ പെപ്സിൻ എന്ന് പറയുന്നത് എൻസൈമാണ്. ഈ എൻസൈം അതിനെ പെപ്റ്റൈഡ് ആക്കി മാറ്റും. ഈ പെപ്റ്റൈഡ് പിന്നെ അതിനെ എമിനോ ആസിഡ് ആക്കി മാറ്റും. ഇത് നോർമൽ പരിപാടി. ഇനിയിപ്പോൾ നമുക്ക് എന്തുണ്ടാക്കണം? നമ്മളുടെ ബോഡിയിൽ ഒരു പ്രോട്ടീൻ ഉണ്ടാക്കണം എന്നാണെങ്കിൽ എമിനോ ആസിഡ്സുകളെ കൂട്ടിച്ചേർത്ത് ഒരു പെപ്റ്റൈഡ് ഉണ്ടാക്കി പെപ്റ്റൈഡിനെ പ്രോട്ടീൻ ആക്കുക വേണ്ട, തിരിച്ച് പണി നമ്മൾ ചെയ്യണം. അപ്പം ഈ ഒരു എൻസൈം പറഞ്ഞത് ഫസ്റ്റ് ഈ ഒരു സയൻറ്റിസ്റ്റ് വിചാരിച്ചത് ഒരു ജീനാണ് ഒരു എൻസൈമിനെ കോഡ് ചെയ്യുന്നതെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ തന്നെ റിയലൈസ് ചെയ്തു, അയാളല്ല ലൈക്ക് ടെക്നോളജിക്കലി മനസ്സിലായി
വൺ ജീനല്ല ഉണ്ടാക്കുന്നത്, വൺ ജീൻ ഒരു പോളിപെപ്റ്റൈഡിനെ ഉണ്ടാക്കുക. പോളിപെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ കുറേ അമിനോ ആസിഡ്സുകൾ ചേർന്നതാണ്, ഒരു 20 അമിനോ ആസിഡുകൾ ചേർന്നതാണ് ഒരു പോളിപെപ്റ്റൈഡ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ കൂടി ചേരുന്ന ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒരു ജീന് ഒരു പോളിപെപ്റ്റൈഡിനെ ഉണ്ടാക്കും. ആ പോളിപെപ്റ്റൈഡാണ് ഒരു എൻസൈമിനെ ഉണ്ടാക്കുക എന്നാണ് കണ്ടുവന്നത്. ഇത് ജനറൽ ആയിട്ടുള്ളൊരു ഐഡിയ, നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു ഐഡിയ ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്കവറി ഓഫ് DNA ആസ് എ ജനറ്റിക് മെറ്റീരിയൽ. ആര് DNA എന്ന് പറയുന്ന ജനറ്റിക് മെറ്റീരിയലിനെ കണ്ടുപിടിച്ചത് അറിയാവോ? ആരായിരിക്കും DNA എന്ന് പറയുന്നത്? നമ്മളുടെ ബോഡിയിൽ സെല്ലിൽ DNA ഉണ്ട്. എവിടെയാണ് നമുക്ക് DNA കാണുന്നത് അറിയോ? നമുക്ക് സെല്ലില്ലേ, ഇങ്ങനെ സെല്ലുണ്ട്, നമ്മുടെ ആനിമൽ സെല്ല് ഇങ്ങനെയാണെങ്കിൽ ഈ സെല്ലിൻ്റെ അതൊരു വൃത്തിയില്ലാത്ത ഡയഗ്രാം പോയി അല്ലേ, കുറച്ച് വൃത്തിയാക്കി വരയ്ക്കായിരുന്നു. ഇതൊരു സെല്ലാണെങ്കിൽ ആ സെല്ലിൻ്റെ സെൻറ്ററിൽ എന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് നമുക്ക് ക്രോമാറ്റിൻ റെട്ടിക്കുലം എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രക്ചറുള്ളത്. ഈ ക്രോമാറ്റിൻ റെട്ടിക്കുലമാണ് സെൽ ഡിവിഷൻ്റെ സമയത്ത് ക്രോമസോം ആവുന്നത്. ഈ ക്രോമസോമിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ജീനുണ്ട്. ഈ ജീൻ ഇതാണ് നമ്മൾ എന്താ പറയുന്നത്, DNA എന്ന് പറയുന്നത്. DNA ഇങ്ങനെ ചുരുങ്ങി ഇരിക്കുമ്പോഴാണ് എന്താവുന്നത്, ക്രോമസോമായിട്ട് മാറുന്നത്. ഓക്കെ, ആ ക്രോമസോമിൻ്റെ ഉള്ളിലാണ് നമുക്ക് ജീൻസ് കാണാൻ പറ്റുന്നത്. പല ജീൻസ്, പല ക്യാരക്ടേഴ്സിനെ കാണിക്കുന്ന ജീൻസ് ഉണ്ടാവുക. ഓക്കെ, അപ്പം ആരാണ് ഡിസ്കവർ ചെയ്തതെന്ന്, നമ്മൾ ഡിസ്കവർ ചെയ്യുന്ന DNA ആണ് നമ്മളുടെ ജനറ്റിക് മെറ്റീരിയൽ. DNA തന്നെ ഉണ്ടെങ്കിലേ നമുക്ക് എന്താ പറയുക, നമുക്കൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നോർമലായിട്ടുള്ളൊരു ഇൻഡിവിജ്വലായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് DNAക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലാണ് നമുക്ക് എന്തുണ്ടാവും, മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവും, ഓരോ സിൻഡ്രോംസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ DNA-ൻ്റെ മ്യൂട്ടേഷൻ കൊണ്ടാണ് വരുന്നത്. അപ്പോൾ DNA എന്ന് പറയുന്നത് എപ്പോഴും നല്ലോണം പാക്ക് ചെയ്ത് കൺസേർവ് ചെയ്ത് സെല്ലിൻ്റെ നടുവിൽ ന്യൂക്ലിയസിലായിരിക്കും കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം ഇതാരെ കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി. ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രിഫിത്ത് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്. ഫെഡറിക് ഗ്രിഫിത്ത് എന്നാണ് അയാളുടെ പേര് കേട്ടോ. ഫെഡറിക് ഗ്രിഫിത്ത് എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു, ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് വഴിയായിട്ടാണ് DNA ആണ് നമ്മളുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് കണ്ടുപിടിച്ചത്. എന്താണ് ഈ ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ അറിയോ? ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ എപ്പോഴും കേട്ടിട്ടുണ്ടോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഈ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നമുക്ക് ആദ്യം തന്നെ ആലോചിക്കേണ്ടത് ഒരു R സ്ട്രെയിൻ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഒരു S സ്ട്രെയിൻ ഉണ്ട് എന്ന് ആലോചിക്കാം. ഓക്കെ, R സ്ട്രെയിനും S സ്ട്രെയിനും. R സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇതിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ R സ്ട്രെയിനുള്ള ഒരു ബാക്ടീരിയത്തിനെ എടുത്തു, S സ്ട്രെയിനുള്ള ബാക്ടീരിയത്തിനെ എടുത്തു. ഈ R സ്ട്രെയിൻ S സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. ഈ ന്യൂമോണിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയനെ അയാൾ എടുത്തിട്ട് അതിൻ്റെ S സ്ട്രെയിനും എടുത്തു, അതിൻ്റെ R സ്ട്രെയിനും എടുത്തു. ഓക്കെ, ഇത് രണ്ടും ഇയാൾ എന്ത് ചെയ്തു, മൈസിൽ കുത്തിവെച്ചു. മൈസ് എന്ന് പറഞ്ഞാൽ എലിയിൽ കുത്തിവെക്കാനാണ് അയാൾ ചെയ്തത് കേട്ടോ. ഇതെൻ്റെ എലിയൊക്കെ ഇങ്ങനത്തെ ഒരു എലിയാണേ. എന്നിട്ട് അയാൾ കുത്തിവെച്ചു. അപ്പോഴാണ് ഇയാൾ എന്ത് കാണുന്നത്, റിസൾട്ട് കാണുന്നത്. ആ റിസൾട്ടാണ് നമ്മൾ ഈ പറയാൻ പോകുന്ന എക്സ്പെരിമെൻറ്റിലെ. അപ്പം ഫസ്റ്റത്തെ എക്സ്പെരിമെൻറ്റ് എന്താ അയാൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ S സ്ട്രെയിനുള്ള സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയനെ കൾച്ചർ ചെയ്തു. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു, മൗസിനകത്ത് കുത്തിവെച്ചു. ഇതിനകത്തും S സ്ട്രെയിനുള്ള ആളാണ്, S ആണ്. അപ്പോൾ അത് കുത്തിവെച്ചപ്പോൾ മൗസ് എന്ത് ചെയ്തു, ചത്തുപോയി. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ R സ്ട്രെയിൻ എടുത്തു. R സ്ട്രെയിൻ ഓഫ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എടുത്തിട്ട് അയാൾ എന്ത് ചെയ്തു, R സ്ട്രെയിൻ ഇവിടെ കുത്തിവെച്ചപ്പം അതെന്ത് ചെയ്തു, ഒന്നും എഫക്റ്റ് ചെയ്തില്ല, മൗസ് ജീവിച്ചു. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ചത്തില്ലേ സ്ട്രെയിന്, ഈ S സ്ട്രെയിറ്റിനെ ഒന്ന് ചൂടാക്കി, ഹീറ്റ് കിൽഡ് എന്നാണ് പറയുക. S സ്ട്രെയിൻ ഹീറ്റ് കിൽ ചെയ്തു. അപ്പോൾ ഹീറ്റ് കില്ല് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു, മൗസിൽ കൊടുത്തപ്പോൾ മൗസ് ജീവിച്ചു. കാരണം ആദ്യം വെറുതെ S കൊടുത്തപ്പം മൗസ് ചത്തുപോയി. പക്ഷെ അതിനെ ഹീറ്റ് കിൽ ചെയ്ത് നമ്മൾ മൂന്നാമത് കൊടുത്തപ്പം അവിടെ എന്ത് വന്നു, അത് ജീവിച്ചു. ഓക്കെ, അപ്പം ഇവിടെ എന്തോ ഒരു സംഭവം ട്രാൻസ്ഫർ ആയിട്ടില്ല എന്നാണ് അർത്ഥം. ഓക്കെ, അത് നിങ്ങൾ വിചാരിക്കുക, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഇതാണ് അവിടുത്തെ ജീവിച്ച ഒരു മൗസ് എന്ന് പറഞ്ഞാൽ S കിൽഡ് തന്നെ, S സ്ട്രെയിൻ തന്നെ, പക്ഷെ അതിനെ ഹീറ്റ് ചെയ്തപ്പോൾ മൗസ് ചത്തില്ല. ഇനി അയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാവാത്ത 2 സ്പീഷീസ് ഇല്ലേ, ഇതും അത് പറഞ്ഞാൽ R സ്ട്രെയിനിനെ എടുത്തു, പിന്നെ അതേപോലെ S ഹീറ്റ് കിൽഡിനെ എടുത്ത് R സ്ട്രെയിനും എടുത്തു, S ഹീറ്റ് കിൽഡിനെ എടുത്തു. ഒന്നുകൂടെ വരുത്തരാം. S സ്ട്രെയിൻ എടുത്തു, അത് ഹീറ്റ് കിൽ ചെയ്തതാണ്. ഹീറ്റ് കൊടുക്കുന്നുണ്ട്, കണ്ടോ, താഴെ ഹീറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ആരെന്ത് ചെയ്തു, R സ്ട്രെയിനും എടുത്തു. ഇവർ രണ്ടുപേരെയും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുത്ത സമയത്ത് മൈസ് ചത്തു. അതെങ്ങനെയാണ് ചത്തത്? രണ്ടും ജീവനുള്ള ആൾക്കാരല്ലേ നമ്മൾ കൊടുത്തത്. ജീവൻ മീൻസ് കൊല്ലാനുള്ള സാധനം അതിനകത്ത് ഇല്ല എന്നല്ലേ നമ്മൾ വിചാരിക്കുക. കാരണം ഇതിനകത്ത് കൊല്ലേണ്ട സാധനം വിറുലൻസ് എന്ന് പറഞ്ഞാൽ കൊല്ലുന്ന ഒരു ഇതാണ്. വിറുലൻസ് കോസ് ചെയ്യുന്ന എൻസൈം Rലും ഇല്ല, Sലും ഇല്ല നമ്മൾ പറഞ്ഞു. അതുകൊണ്ടല്ലേ മൈസ് ജീവിച്ചത്.
പക്ഷെ നമ്മൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുത്ത സമയത്ത് എന്ത് ചെയ്തു, മൈസ് ചത്തു. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എസ് സ്ട്രെയിൻ എന്ന് പറയുന്ന സാധനമില്ല, ഈ എസ് സ്ട്രെയിനിൽ ശരിക്കും എന്തുണ്ട്, ഒരു വിറുലൻസ് ഉണ്ട് ശരിക്കും. അതുകൊണ്ടല്ലേ എസ് സ്ട്രെയിനിൽ വിറുലൻസ് ഉള്ളതുകൊണ്ടാണ് ഇവർ ചത്തത്. ഓക്കെ, അപ്പം പക്ഷേ ഇതിന് ഹീറ്റ് കിൽ ചെയ്ത സമയത്ത് എന്ത് ചെയ്തു, ഇത് വിറുലൻസ് കോസ് ചെയ്യുന്നത് പോയി. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളുടെ മൈസ് സർവൈവ് ചെയ്തിരുന്നത്. പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മളൊരു 6 സ്ട്രെയിനും കൊടുത്തു. അപ്പോൾ ഈ വിറുലൻസ് നേരെ 6 സ്ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് എസ്കേപ്പ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞാൽ ഹീറ്റ് കിട്ടുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇവർ 6ൻ്റെ അകത്തേക്ക് കയറി ഒളിച്ചിരുന്നു. അപ്പോൾ 6ൻ്റെ ഉള്ളിലേക്ക് എന്തോ സാധനം ഇങ്ങോട്ടേക്ക് ഓടിപ്പോയിട്ടുണ്ട്. ആ ഓടിപ്പോയ സാധനം എന്ത് ചെയ്തു, വിറുലൻസ് ഉള്ള സാധനം, വിറുലൻസ് എന്ന് പറഞ്ഞാൽ കൊല്ലാൻ കഴിവുള്ളൊരു സാധനമാണ്. അതെന്ത് ചെയ്തു, മൈസിൻ്റെ മുകളിൽ രണ്ടും കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ മൈസ് ചത്തുപോയി. അപ്പം ഈ ട്രാൻസ്ഫർ ചെയ്ത ഈ എസ് ഹീറ്റ് കിൽഡിൽ നിന്ന് 6ലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോയ സാധനം എന്താണെന്ന് ചോദിക്കും. അതാണ് DNA എന്ന് പറയുന്ന സാധനം. അപ്പോൾ DNA എന്ന് പറയുന്ന ആ മെറ്റീരിയൽ ഒരു ഓർഗാനിസത്തിൽ നിന്ന് വേറൊരു ഓർഗാനിസത്തിൻ്റെ ഇതിലേക്ക് സൈറ്റോപ്ലാസത്തിലേക്ക് ഇങ്ങനെ മാറി. അതിനെയാണ് നമ്മൾ എന്ത് പറയണത്, അതുകൊണ്ടാണ് ഈ മൈസ് ചത്തത്. ഓക്കെ, അപ്പം DNA ആണ് നമ്മളുടെ ജനറ്റിക് മെറ്റീരിയൽ. DNAൻ്റെ ഉള്ളിലുള്ള പ്രത്യേക തരം വിറുലൻസ് കോസ് ചെയ്യുന്ന ജീൻസ് ആക്റ്റീവ് ആയാലാണ് മൈസ് ചത്തു പോകുന്നതെന്നാണ് മനസ്സിലായത്. ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഗ്രിഫിത്ത് പറയുന്ന സയൻറ്റിസ്റ്റ് എസ് സ്ട്രെയിനിനെ എടുത്തു, 6 സ്ട്രെയിനിനെ എടുത്തു. എസ് സ്ട്രെയിനിനെ എടുത്തിട്ട് അയാൾ എന്ത് ചെയ്തു, അതിന് വിറുലൻസ് ഉണ്ട് എസ് സ്ട്രെയിൻ വെച്ചുകൊണ്ട്. എസ് സ്ട്രെയിന് വിറുലൻസ് പറയുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇവരെന്ത് ചെയ്തു, കുത്തിവെച്ചു, മൈസിനെ കുത്തിവെച്ചപ്പോൾ മൈസ് മരിച്ചുപോയി. പക്ഷേ 6 സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ വിറുലൻസ് കോസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല, നോൺ വിറുലൻ്റ് ആണ്. അപ്പം അവരെ നമ്മൾ എന്ത് ചെയ്തു, മൈസിനകത്തേക്ക് കുത്തിവെക്കുന്ന സമയത്ത് മൈസ് എന്ത് ചെയ്തു, സർവൈവ് ചെയ്തു. കാരണം അതിൽ വിറുലൻസ് ഇല്ല, ജീവിക്കും അത്. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഇതേ സാധനം എസ് സ്ട്രെയിനിനെ തന്നെ ഒന്ന് ഹീറ്റ് കിൽ ചെയ്തു. ഹീറ്റ് കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിറുലൻസ് ഒന്ന് നശിപ്പിച്ചു, വിറുലൻസിനെ നശിപ്പിച്ചു. അപ്പോൾ വിറുലൻസിനെ നശിപ്പിച്ചപ്പോൾ എന്ത് ചെയ്തു, മൈസ് ജീവിച്ചു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു, ഈ ജീവിച്ച 2 കാര്യങ്ങളെ എടുത്തു, 6 സ്ട്രെയിനിനെ എടുത്തു, എസ് ഹീറ്റ് കിൽഡിനെ എടുത്തു. അപ്പം ശരിക്കും നമ്മൾ എന്താ വിചാരിക്കുക, 2 ജീവിക്കേണ്ട സാധനമല്ലേ, വിറുലൻസ് ഇല്ല എന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ആ ഒരു റാറ്റ് ചത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഹീറ്റ് കിൽഡ് ചെയ്ത ഇതിനകത്ത് വിറുലൻസ് കോസ് ചെയ്യുന്ന ആൾ നേരെ 6ലേക്ക് എസ്കേപ്പ് ചെയ്തു. മീൻസ് അവരുടെ DNA ജനറ്റിക് മെറ്റീരിയൽ 6ലേക്ക് എസ്കേപ്പ് ചെയ്തു. 6 വെച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, വിറുലൻസ് വെച്ചിട്ട് ഇവർ ചത്തു പോകുന്നതിൻ്റെ റീസൺ. അതാണ് മനസ്സിലായത്. അപ്പം DNA എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അതാണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ. ഈ ജനറ്റിക് മെറ്റീരിയൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് വിറുലൻസ് കോസ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലായി. ഇങ്ങനെയാണ് നമ്മൾ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് കണ്ടുപിടിച്ചത്, ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് വഴിയായിട്ട്. ഇനി മറക്കൂലല്ലോ, ഇത്രയും നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഇനി അടുത്തതാണ് സ്ട്രക്ചർ ഓഫ് DNA ദാറ്റ് ജനറ്റിക് മെറ്റീരിയൽ. എങ്ങനെയായിരിക്കും DNA പറ്റി നമ്മൾ പറഞ്ഞു, DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ DNA പറ്റി നമുക്ക് അറിയണ്ടേ, നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലിരിക്കുന്ന ന്യൂക്ലിയസിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ ഒരു മുതലില്ലേ, ക്രോമസോം അല്ല, ക്രോമാറ്റിൻ റെട്ടിക്കുലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രോമാറ്റിനെയാണ് പിന്നെ ക്രോമസോമായി മാറുന്നത്. ഈ ക്രോമസോമിനെയാണ് നമ്മൾ DNA എന്ന് പറയുന്നത്. ഈ DNA എന്ന് പറയുന്ന ആളുടെ സ്ട്രക്ചർ നമുക്കറിയണ്ടേ. അപ്പോൾ DNA എന്ന് പറയുന്ന ആളുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതൊരു പോളി ന്യൂക്ലിയോട്ടൈഡാണ്. അത് എപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കണം. കുറേ ന്യൂക്ലിയോട്ടൈഡ്സ് കൂടി ചേർന്നിട്ടുള്ള ഒരാളെയാണ് പോളി ന്യൂക്ലിയോട്ടൈഡ് എന്ന് പറയാം. പിന്നെ അവരൊരു മാക്രോ മോളിക്യൂളാണ്. അവരുടെ മാക്രോ മോളിക്യൂൾ അവരെ നമ്മൾ ന്യൂക്ലിയോടൈഡ്സ് എന്നാണ് വിളിക്കുക. ഓരോ യൂണിറ്റിനെയും ന്യൂക്ലിയോടൈഡ്സ് എന്നാണ് വിളിക്കുക. അപ്പം ഈ DNAൻ്റെ ഉള്ളിൽ 3 ആൾക്കാരെയാണ് മേജർലി പഠിക്കാനുള്ളത്. ഒരു പെൻറ്റോ ഷുഗർ ഉണ്ട്. ഷുഗർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഷുഗർ ഉണ്ടാവുക കേട്ടോ. ഒരു പെൻറ്റോ ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഉള്ള ഒരു ഷുഗർ, 5 കാർബൺ ഉള്ള ഒരു ഷുഗർ. ഒന്നുകൂടെ വരയ്ക്കാം. ഇങ്ങനെ ഒരു 5 കാർബൺ ഉള്ളൊരു ഷുഗർ ഉണ്ടാകും. ഇങ്ങനെ 5 കാർബണുള്ള പെൻറ്റോ ഷുഗർ, 5 കാർബണുള്ളൊരു ഷുഗർ ഉണ്ടാകും. ഇതിനെ നമ്മൾ ഡിയോക്സി റൈബോസ് ഷുഗർ എന്നാണ് വിളിക്കുക. ഈ ഒരാളാട്ടോ, ഡിയോക്സി റൈബോസ് ഷുഗർ എന്ന് വിളിക്കും. ഓക്കെ, പിന്നെ ഇത് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പ്യൂരിനോ അല്ലെങ്കിൽ ഒരു പിരമിഡിനോ ഉണ്ടാവും. ഈ പിരമിഡിന് എന്താണെന്നറിയോ? പിരമിഡിൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ നൈട്രജൻ ബേസസാണ്. നമ്മൾ DNAൻ്റെ ഉള്ളിൽ 3 ആൾക്കാരേ ഉള്ളൂ. 3 ആൾക്കാരെ ഓർത്ത് വെക്കണം. ഒരു ഷുഗർ ഉണ്ട്, പിന്നെ ഒരു നൈട്രജൻ ബേസ് ഉണ്ട്, ഒരു ഫോസ്ഫേറ്റ് ഉണ്ട്. ഇങ്ങനെ 3 ആൾക്കാരാണ് നമ്മൾ DNAൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. ഇവർ കൂടി ചേർന്നിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഒരു DNA എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാവുന്നത്. അപ്പം ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഷുഗർ 2 ടൈപ്പാണുള്ളത്. ഞാൻ പറഞ്ഞു ഷുഗർ ഉണ്ട്, നൈട്രജൻ ബേസ് ഉണ്ട് പറഞ്ഞു, പിന്നെ 3ാമത്തെ ആളായിരുന്നു ഫോസ്ഫേറ്റ്. ഇവർ 3 പേരും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ DNAയിൽ ഇരിക്കുന്നത്. ഇതിൻ്റെ ഷുഗർ എന്ന് പറയുന്നത് ഷുഗർ 2 ടൈപ്പാണുള്ളത്. പെൻറ്റോ ഷുഗർ ഉണ്ട്, യൂഷ്വലി പെൻറ്റോ ഷുഗറാണ് ഉണ്ടാവുക. നൈട്രജൻ ബേസ് പ്യൂരിനും ഉണ്ട്, പിരമിഡിനും ഉണ്ട്.
പ്യൂരിനും പിരമിഡിനും എന്താണെന്ന് വെച്ചാൽ ഇതാ പ്യൂരിൻ എന്ന് പറയുന്ന ആൾക്കാരാണ് ഇതാ എഡിനിനും ഗുവൈനിനും. ഓക്കെ, എഡിനിൻ ആൻഡ് ഗുവൈനിൻ പ്യൂരിൻ ബേസ് ആണ്. തൈമിനും സൈറ്റോസിനും എന്ന് പറഞ്ഞാൽ പിരമിഡിൻ ബേസ് ആണ്. ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. പക്ഷേ ഇതിൽ പെയറിങ് നടക്കുക എഡിനിനും തൈമിനുമേ പെയർ ചെയ്യുള്ളൂ, 2 പെയറിങ് വെച്ചിട്ട്. ഗുവൈനിനും സൈറ്റോസിനുമാണ് എപ്പോഴും പെയർ ചെയ്യുക. അപ്പോൾ ഒരു പ്യൂരിനും ഒരു പിരമിഡിനുമാണ് എപ്പോഴും പെയർ ചെയ്യുക. അതേപോലെ ഒരു പ്യൂരിനും ഒരു പിരമിഡിനുമാണ് എപ്പോഴും പെയർ ചെയ്യുക. നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തെ ആളാണ് നമ്മുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് PO4. അത് ഷുഗറിൻ്റെ അടുത്തായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്ട്രക്ചർ ഇനി നോക്കി നോക്കൂ. ഇങ്ങനെയായിരിക്കും ഒരു സ്ട്രക്ചർ ഉണ്ടാവുക. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ നമുക്കൊരു പെൻറ്റോ ഷുഗർ ഉണ്ട്. ഇതാ ഇങ്ങനെ ഒരു പെൻറ്റോ ഷുഗർ ഉണ്ട്. ഇതിൻ്റെ പൊക്കത്തായിട്ട് നമുക്കിവിടെ ഒരു പിരമിഡിനുണ്ട്. ഇത് ഏതെങ്കിലും ഒരു പിരമിഡിനാണ്. അത് പ്യൂരിനോ പിരമിഡ്, ഇത് ശരിക്കും ഒരു പിരമിഡിനാണ്. പ്യൂരിൻ 2 കട്ടയുണ്ടാവും. ഇങ്ങനെയാണ് ആരുണ്ടാവുക? പ്യൂരിൻ ഉണ്ടാവുക. സോറി, ഒന്നുകൂടെ കാണിച്ചുതരാം. പ്യൂരിൻ വെറും ഇങ്ങനെ ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ല, പിരമിഡിൻ ശരിക്കും ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഒറ്റ വരെയാണ്, ഒറ്റ സ്ട്രക്ചർ ഉണ്ട്. ഇവിടെയൊക്കെ കുറേ ആൾക്കാരുണ്ട്, ഇവിടെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട്. ഇങ്ങനെയായിരിക്കും ആരുണ്ടാവുക? പിരമിഡിനുണ്ടാവുക. പ്യൂരിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും പ്യൂരിനുണ്ടാവുക. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുള്ളത് 2 പിരമിഡിനാണ്. ഇതും പിരമിഡിനാണ്, ഇതും പിരമിഡിനാണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇതൊരു പിരമിഡിൻ, ഇതൊരു പിരമിഡിൻ. ഇത് പെൻറ്റോ ഷുഗറാണ്. ഷുഗർ. ഓക്കെ, ഈ ഷുഗറിൻ്റെ തറ്റത്തായിട്ട് എന്തുണ്ട്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഉണ്ട്. ഇതാണ് നമ്മളുടെ ഒരു ഇതിനെയാണ് നമ്മളൊരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. സെറ്റാണോ? ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഷുഗർ വേണം. ഷുഗർ അതിന് അറ്റാച്ച് ചെയ്തിട്ട് ഒരു പിരമിഡിൻ വേണം. പിരമിഡിനോ അല്ലെങ്കിൽ പ്യൂരിനോ ആവാം. പിരമിഡിൻ ഓർ പ്യൂരിൻ ആവാം, അത് നിങ്ങളിഷ്ടം. ലൈക്ക് അത് ആര് കൊടുത്താലും പേര് മാറും. ഓക്കെ, ഇനി ഇതിൻ്റെ അറ്റാച്ച് ചെയ്തിട്ട് 5th കാർബണിൽ, ഇത് 2nd കാർബൺ ആയിരിക്കും. അങ്ങനെ നോക്കുക, അത് 5th കാർബണിൽ ഫോസ്ഫേറ്റും ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് എങ്ങനെയാണ് ബൗണ്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അടുത്ത സ്ട്രക്ചർ ഉണ്ടാവുമല്ലോ, ആ സ്ട്രക്ചർ എങ്ങനെയാണ് ബൗണ്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ 3rd കാർബണിൽ അവിടേക്ക് ആര് ബൗണ്ട് ചെയ്യും? അടുത്ത നമ്മളുടെ പെൻറ്റോ ഷുഗർ ഇതേപോലെ തന്നെ ഉണ്ടാവും. എന്നിട്ട് ഇവിടെ ഫോസ്ഫേറ്റ് ഉണ്ടാവും, ഇവിടെ നമ്മളുടെ നൈട്രജൻ ബേസ് ഉണ്ടാവും. ഈ നൈട്രജൻ ബേസ് ഇവിടെ ഉണ്ടാവും. ഇനി അതേപോലെ തന്നെ ഇവരുടെ അടുത്ത ആൾ ഇവിടെയും ഇങ്ങനെ ബൗണ്ട് ചെയ്തിട്ടുണ്ടാവും. ഇവരിങ്ങനെ ബൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫോസ്ഫേറ്റ് ഉണ്ടാവും, ഇവിടെ നൈട്രജൻ ബേസ് ഉണ്ട്. ഇവിടുത്തെ നൈട്രജൻ ബേസ് അഡനിനാണെന്നാണെങ്കിൽ ഇപ്പറയും ഇതേപോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഫോസ്ഫേറ്റ് ഉണ്ടാവും, ഇവിടെ നൈട്രജൻ ബേസ്, അവിടെ തൈമിനായിരിക്കും വരിക. ഇവിടെ ഇനി അടുത്തത് ഗുവൈനിനാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ഇവിടെ 2 പേരുണ്ടാവും. ട്രിപ്പിൾ ബാൻഡ് വെച്ചിട്ട് ഇവരെന്തെങ്കിലും സൈറ്റോസിനുമായിട്ട് പെയർ ചെയ്യും. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. ഓക്കെ, ഇങ്ങനൊരു പെയറിങ് ആയിരിക്കും അവരെപ്പോഴും കാണിക്കുക. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നോർമലി നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്രേ ഉള്ളൂ, ഇത്രയും കോംപ്ലക്സ് ആക്കുന്നില്ല. ഒരു ഷുഗർ ഉണ്ട്, ഒരു പിരമിഡിൻ ഓർ പ്യൂരിൻ ഉണ്ട്, പിന്നെ ഒരു ഫോസ്ഫേറ്റ് ഉണ്ട്. ഇത് 3ഉം കൂടെ കൂടുന്നതാണ് ന്യൂക്ലിയോടൈഡ് എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, ബേസും ഷുഗറും മാത്രമാണ്. ഇതും മാത്രമാണെങ്കിൽ അതിന് ന്യൂക്ലിയോസൈഡ് എന്ന് വിളിക്കും. ബേസും ഷുഗറും ഫോസ്ഫേറ്റും വന്നാൽ അവർ ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇത് മൊത്തത്തിൽ 3 എണ്ണത്തിന് നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്നാണ് വിളിക്കുക. സെറ്റല്ലേ? ഇനി അടുത്താണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാർഗഫ് റൂൾ. എന്താണ് ഈ ചാർഗഫ് റൂൾ? ചാർഗഫ് റൂൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ DNA ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയല്ലേ നമ്മളുടെ DNA ഉണ്ടാവാം. അങ്ങനെ DNA ഉണ്ടാകുമ്പോൾ ഇവിടെയൊക്കെ ബേസസ് ഉണ്ടാവും. നടുവിലാണ് ബേസസ്. ഇവിടെ ഫോസ്ഫേറ്റ്, ഇവിടെ ഫോസ്ഫേറ്റ്, ഇവിടെ ഷുഗർ, ഇത് നൈട്രജൻ ബേസ് ആയിരിക്കും നടുവിലുണ്ടാവുക. അങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രക്ചർ ഇവിടെയായിരിക്കും, ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എഡിനിൻ പ്ലസ് ഗുവൈനിൻ എന്ന് പറയുന്നതും അത് പറഞ്ഞാൽ പ്യൂരിൻ എന്ന് പറയുന്നത് ഈക്വൽ ടു പിരമിഡിൻ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മളുടെ DNA സ്റ്റേബിളായിട്ട് ഇരിക്കത്തുള്ളൂ. അതാണ് ചാർഗഫ് റൂൾ പറയുന്നത്. അപ്പോൾ ചാർഗഫ് റൂൾ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. A+G ആൻഡ് T+T ഇസ് ഓൾവേസ് ഈക്വൽ. അത് പറഞ്ഞാൽ A ഈക്വൽ ടു T ആണ്. അത് പറഞ്ഞാൽ അഡിനിൻ എപ്പോഴും തൈമിനോടല്ലേ പെയർ ചെയ്യുക, അത് എപ്പോഴും ഈക്വൽ ആയിരിക്കണം. G ഈക്വൽ ടു CU ആയിരിക്കണം. ഇതെപ്പോഴും ഇതേപോലെ ഈക്വൽ ആയിരിക്കണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു A+G എന്ന് പറഞ്ഞാൽ പ്യൂരിൻ അല്ലേ. പ്യൂരിൻ ഈക്വൽ ടു നമ്മളുടെ ആരാണ്? സൈറ്റോസിൻ പ്ലസ് തൈമിൻ. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിരമിഡിൻ. ഇത് രണ്ടും നമ്മളുടെ DNA ഈക്വൽ ആയിരിക്കണം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിനിൻ പെയർ ചെയ്യുന്നത് ആരോടാ? തൈമിനോടാ. ഗുവൈനിൻ പെയർ ചെയ്യുന്ന ആരാ? സൈറ്റോസിനോടാ. അപ്പം ആ ഒരു ഡിഫറൻസ് നിങ്ങൾ നോക്കി വെക്കണം. അപ്പോൾ ഇത് രണ്ടിൻ്റെ എമൗണ്ട് ഈക്വൽ ആയിരിക്കണം. എഡിനിൻ ഈക്വൽ ടു തൈമിൻ ആയിരിക്കണം, ഗുവൈനിൻ ഈക്വൽ ടു സൈറ്റോസിൻ ആയിരിക്കണം. ഈ ഒരു റേഞ്ച് എപ്പോഴും ഓർത്ത് വെക്കണം. ഇതിനെയാണ് നമ്മൾ ചാർഗഫ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫിസിക്കൽ സ്ട്രക്ചർ ഓഫ് ഡി എൻ എയാണ്. അത് പറഞ്ഞാൽ ഡി എൻ എ നമ്മൾ എപ്പോഴും പറഞ്ഞില്ല ഒരു ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിലാണ് ഇരിക്കുന്നത് ഡി എൻ എ. ഈ ഡി എൻ എ ഇങ്ങനെ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിൽ ഇരിക്കാനുള്ള കാരണം എന്താണ്? എന്തൊക്കെയാണ് ഈ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ? രണ്ടെണ്ണം ഉണ്ടാവും. ഒരു ഡി എൻ എ ഉണ്ടാവും ഇങ്ങനെ പോകുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ വേറൊരാൾ തിരിഞ്ഞും പോകുന്നുണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ ഡി എൻ എ നമ്മൾ കാണുന്നത്. അപ്പം 2 സ്ട്രാൻഡഡ് ഹെലിക്കലി കോയിൽഡ് അറൗണ്ട് ഈച്ച് അതറാണ്. 3 ഡയമെൻഷണൽ ഇമേജ് പോലെ നമ്മൾ കാണുന്നത്. നമ്മൾ ഈ 3 ഡയമെൻഷണൽ ഇമേജ് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഇതിങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ ഇത് ശരിക്കും നേരെയാണ് ഉണ്ടാവുന്നത്, പക്ഷെ ഇത് വളഞ്ഞ് ഹെലിക്സ് പോലെയാണ് ഉണ്ടാവുക. അപ്പം ഇവരൊരു 2 സ്ട്രാൻഡേർഡാണ്. ഇത് കണ്ടോ, ഇവിടെ ഒരു സ്ട്രാൻഡ്, ഇവിടെ രണ്ടാമത്തെ സ്ട്രാൻഡ്. 2 സ്ട്രാൻഡേർഡ് ആയിട്ടുള്ള ഹെലിക്കലി കോയിൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഇവർ. ഓക്കെ, ഈ ഒരു ഡി എൻ എക്ക് ഇങ്ങനത്തെ സ്ട്രക്ചറാണ് എന്ന് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റാണ് ഫ്രാങ്ക്ലിൻ ആൻഡ് വിൽസൺ എന്ന് പറയുന്ന ആൾക്കാർ. അവരൊരു എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന ടെക്നിക്സ് ഉണ്ട്. ഒരു ഡി എൻ എയുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചത് നമ്മുടെ എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് വഴിയായിട്ടാണ് അവർ കണ്ടുപിടിച്ചത്. അങ്ങനെ എക്സ്റേ ഡിഫ്രാക്ഷൻ വഴിയാണ് നമ്മൾ ഡി എൻ എ ഡബിൾ ഹെലിക്സ് ആണെന്ന് കണ്ടുപിടിച്ചത്, 2 ഹെലിക്സ് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിച്ചത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്, വാട്സൺ ആൻഡ് ക്രിക്കാണ് ഇതിനെ കണ്ടുപിടിച്ചതെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഫ്രാങ്ക്ലിൻ ആൻഡ് വിൽസ് എക്സ്റേ ഡിഫ്രാക്ഷൻ വഴി ഡബിൾ ഹെലിക്സ് ആണ് കണ്ടുപിടിച്ചു. പക്ഷേ വാട്സൺ ആൻഡ് ക്രിക്കാണ് ശരിക്കും ഡി എൻ എനെ കണ്ടുപിടിച്ച വ്യക്തികൾ. ഓക്കെ, അത് പറഞ്ഞാൽ അവരെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ ഡി എൻ എ മോളിക്യൂൾ ഡബിൾ ഹെലിക്സ് ആണ്. ഇങ്ങനത്തെ കാര്യം ആലോചിച്ച് നോക്കുക, ഇങ്ങനെ ഡബിൾ ഹെലിക്സ് ആണ് ആലോചിക്കുക, 1, 2. ഓക്കെ, കൺസിസ്റ്റിംഗ് ഓഫ് 2 സ്ട്രാൻഡ്സ് ഓഫ് ഡി എൻ എ. ഇത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രാൻഡ് അറേഞ്ച് ചെയ്തിട്ടുള്ള ആൻറ്റി പാരലലാണ്. നമ്മളെപ്പോഴും ഡി എൻ എനെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇല്ലേ, ഡി എൻ എൻ്റെ ഇതിപ്പം ഈ ഒരു സ്ട്രാൻഡ്, ഈ സ്ട്രാൻഡ് എന്ന് പറഞ്ഞാൽ 5' to 3'. ഇതെപ്പോഴും നമ്മൾ ഡി എൻ എയിൽ ഇങ്ങനെ ഒരു പ്രൈം പറയും. 5' to 3' ആണെങ്കിൽ തിരിച്ച് എന്ന് പറയണത് 3' to 5' ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഇതെന്ന് പറയുകയാണെങ്കിൽ എപ്പോഴും ഒരു സ്ട്രാൻഡ് എന്ന് പറയണത് മറ്റേ സ്ട്രാൻഡിനേക്കാളും ആൻറ്റി പാരലലായിരിക്കും. ഇത് പാരലലാണെങ്കിൽ അതിൻ്റെ തിരിഞ്ഞു പോവും, ആൻറ്റി പാരലലായിട്ടായിരിക്കും ഇവരുണ്ടാവുക. അപ്പോൾ 5' to 3' ആണെങ്കിൽ ഇവർ 3' to 5' ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഇതാണ് ഡി എൻ എ എന്ന് പറയുന്ന ഒരു സ്ട്രാൻഡ്, രണ്ടാമത്തെ സ്ട്രാൻഡാണ് ഇത്. ഓക്കെ, അതിൻ്റെ സമയത്ത് ഇവരിവിടെ 5' ആണെങ്കിൽ ഇതിൻ്റെ വഴി എവിടേക്കാണ് വരുന്നത്, ഇവിടെ 3' ആവും. അതേപോലെ ഇവിടെ 3' ആണെങ്കിൽ ഇവിടെ 5'. ഒരിക്കലും 5' ഒരിക്കലും വരില്ല കേട്ടോ, ഒരുമിച്ച് വരത്തില്ല. ഇപ്പം ഇങ്ങനെ വരില്ല എന്നർത്ഥം. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവിടെയും 5', ഇവിടെയും 5', ഇവിടെയും 3', ഇവിടെയും 3'. ഒരിക്കലും വരില്ല കേട്ടോ, അത് ഒരിക്കലും ചിന്തിക്കുകയേ ചെയ്യരുത്. ചിന്തിക്കേണ്ടത് ഒരിക്കലും എപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഇവിടെ 5' ആണെങ്കിൽ ഇവിടെ എന്താവും, അതിൻ്റെ അതേ ഓപ്പോസിറ്റിൽ 3' ആയിരിക്കും. ഇവിടെ 5' ആണെങ്കിൽ അപ്പുറം 3' ആയിരിക്കും. ഈ ഒരു ഓർഡർ ആയിരിക്കും എപ്പോഴും ഡി എൻ എയിൽ ഉണ്ടാകും. ഇനി നിങ്ങൾ ഇതിനെ ഒന്ന് വലുതായി കണ്ടു നോക്കൂ. ഈ ഒരു സ്ഥലം ഞാൻ വലുതാക്കി കാണിക്കുകയെന്ന് വിചാരിച്ചോ. വലുതാക്കി കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ പുറത്താണ് ആരുണ്ടാകുന്നത്, ഫോസ്ഫേറ്റ്. ഈ ഷുഗർ തമ്മിലാണ് ഇങ്ങനെ ഒരു വര ഉണ്ടാക്കുന്നത്, കണ്ടോ. ഇങ്ങനെയുള്ള വര എന്ന് പറയുന്നത് ഷുഗർ. അത് നമ്മൾ ഇതിനൊന്ന് നേരെയാക്കി പരത്തി നേരെയാക്കുമ്പോൾ ഷുഗർ ഇതാണ്, നൈട്രജൻ ബേസ് ഇതാണ്, നൈട്രജൻ ബേസ്, ഇത് നൈട്രജൻ ബേസ്, ഇതും നൈട്രജൻ ബേസ്, ഇത് ഫോസ്ഫേറ്റ്, ഷുഗർ. അപ്പോൾ ഷുഗർ, ഫോസ്ഫേറ്റ്, നൈട്രജൻ ബേസിനെ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും, ന്യൂക്ലിയോ ടൈഡ് എന്ന് വിളിക്കും. അതെ, ശരിയായില്ലേ. അതേപോലെ ഇവിടെ 5' to 3' ആണെങ്കിൽ ഇവിടെ 3' to 5' ആണെന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് ആൾ വരണം. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ആൾ എന്ന് പറഞ്ഞാൽ എഡിനിൻ ആണെങ്കിൽ ഇവിടെ തൈമിൻ വന്ന് കണ്ടോ, ഇവിടെ ഗ്വൈനിൻ ആണെങ്കിൽ ഇവിടെ സൈറ്റോസിൻ വന്നുകൊണ്ട് എഡിനിനും തൈമിനും 2 ബോണ്ട് കാണിക്കും, ഗ്വൈനിനും സൈറ്റോസിനും എപ്പോഴും 3 ബോണ്ട് കാണിക്കും. ഓക്കെ, ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടോ, നൈട്രജൻ ബേസ് ആണിത്. അഡിനിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് 2 ബോണ്ട് ഫോം ചെയ്തിട്ടാണ് തൈമിനുമായിട്ട് ബൗണ്ട് ചെയ്യുക. ഗ്വൈനിൻ എന്ന് പറയുന്ന നമ്മളുടെ പിരമിഡിൻ, ഇത് പ്യൂരിനാണ്, ഇതും പ്യൂരിനാണ്. അപ്പോൾ ഇവർ 3 ബോണ്ട് വെച്ചിട്ടായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക. ഗ്വൈനിൻ സൈറ്റോസിൻ ഗ്വൈനിനോട് 3 ബോണ്ട് വെച്ചിട്ടാണ് ഫോം ചെയ്തിട്ടുണ്ടാവുക. ഇത് 3 ബോണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ്ങർ ആയിരിക്കും. എഡിനിൻ തൈമിനേക്കാളും കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയിരിക്കും ഗ്വൈനിൻ സൈറ്റോസിൻ. അതെപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കണം. എഡിനിൻ എപ്പോഴും പെയർ ചെയ്യുന്ന തൈമിനോട് 2 ബോണ്ട് വെച്ചിട്ട്, ഗ്വൈനിൻ എപ്പോഴും പെയർ ചെയ്യുന്നത് സൈറ്റോസിനോടായിരിക്കും. ഓക്കെ, അപ്പം ഇതിങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഇതിവിടെ 5' വന്നാൽ ഇവിടെ 3' വരും. ഇതൊരു വര പോലെ ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പം ഫോസ്ഫേറ്റ്, ഷുഗർ, നൈട്രജൻ ബേസ്, ഫോസ്ഫേറ്റ്, ഷുഗർ, നൈട്രജൻ ബേസ്, ഫോസ്ഫേറ്റ്, ഷുഗർ, നൈട്രജൻ ബേസ്. ഈ ഒരു വഴിയിലായിരിക്കും അവരുണ്ടാവുക. സെറ്റല്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത കാര്യം ഇതൊക്കെ തന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതേ ഉള്ളൂ, കണ്ടില്ലേ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ എഡിനിനും തൈമിനും 2 ബോണ്ടാണ് ഫോം ചെയ്യുക. ഈ ബോണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ബോണ്ടാണ്.
ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സ്ട്രോങ്ങറാണ്. അപ്പോൾ ഇവർക്ക് 2 ഹൈഡ്രജൻ ബോണ്ടാണ് ഉള്ളത്. ഇവരുടെ കേസിൽ ഇവർക്ക് 3 ഹൈഡ്രജൻ ബോണ്ട്സ് ആണ് ഉള്ളത്. 3 ഹൈഡ്രജൻ ബോണ്ട്സ്. ഓക്കെ, ഇതാണ് ഇവരുടെ വ്യത്യാസം. ബാക്കി ഇതെല്ലാം സെയിം തന്നെ. അത് കണ്ടില്ലേ, എഡിനിനും തൈമിനും 2 ഹൈഡ്രജന് 3 ഹൈഡ്രജൻ ബോണ്ട് ഗ്വാനിനും സൈറ്റോസിനുമാണ് ഉണ്ടാകുന്നത്. ഇനി എന്താണ് യൂക്കാരിയോട്ടിക് ക്രോമസോം? അറിയോ എന്താണ് യൂക്കാരിയോട്ടിക് ക്രോമസോം എന്ന്? യൂക്കാരിയോട്ടിക് ക്രോമസോം എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലത്തുള്ള ക്രോമസോംസാണ് യൂക്കാരിയോട്ടിക് ക്രോമസോം എന്ന് പറയുന്നത്. യൂക്കാരിയോട്ടിക് ക്രോമസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, യൂക്കാരിയോട്ടും പ്രോക്കാരിയോട്ടും നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. യൂക്കാരിയോട്ട് എങ്ങനെയായിരുന്നു, പ്രോക്കാരിയോട്ട് എങ്ങനെയായിരുന്നു? പ്രോക്കാരിയോട്ടിന് സർക്കുലാർ DNA ആയിരിക്കും, യൂക്കാരിയോട്ടിന് ലീനിയർ DNA ആയിരിക്കും. നമ്മുടെ DNA എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലീനിയർ അല്ലേ, ഇങ്ങനെ ഒരു വള്ളി ഉണ്ടാവും, ഒരു വള്ളി ഇപ്പുറം ഉണ്ടാവും. അപ്പോൾ ലീനിയർ DNA ആണ് നമ്മൾ യൂക്കാരിയോട്ടിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ യൂക്കാരിയോട്ട്സ് ഹാവ് മെനി ക്രോമസോംസ് ആൻഡ് ഓൾസോ മെനി ജീൻസ്. നമ്മുടെ കേസിൽ നമുക്ക് കുറേ ജീൻസും ഉണ്ടാവും, കുറേ ക്രോമസോംസും ഉണ്ടാവും. പക്ഷേ പ്രോക്കാരിയോട്ടിൻ്റെ കേസിൽ ഒരു DNA ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ 1 ഡബിൾ സ്റ്റാൻഡേർഡ് DNA മോളിക്യൂൾസ് വന്നിട്ട് 1 ക്രോമസോം. 1 DNA 1 ക്രോമസോമാണ് ആർക്ക്? പ്രോക്കാരിയോട്ടിന്. നമുക്ക് മോർ ദാൻ 1 DNA ഉണ്ടാവും, കുറേ DNA ഉണ്ടാവും, കുറേ ക്രോമസോംസ് ഉണ്ടാവും. കൂടുതൽ ക്രോമസോം ഉണ്ടെങ്കിൽ നമ്മൾ യൂക്കാരിയോട്ട്. ആ ഒരു ഡിഫറൻസ് ആലോചിച്ച് നോക്കണം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കുറേ ക്രോമസോം ഉണ്ട്, കുറേ DNA ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനെയൊക്കെ ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി മടക്കിയിട്ട് ഇട്ട് വെക്കണ്ടേ നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ? അതൊരു വലിയ പണിയല്ലേ. നമുക്ക് കുറേ സെല്ലുണ്ട്, ഇവിടെ എല്ലാം സെല്ലല്ലേ. ഈ സെല്ലിൻ്റെ ഉള്ളിലൊക്കെ കുറേ DNAs ഉണ്ട്. ഈ DNAs എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ഭയങ്കര ലാർജ്, അത് 2 നാനോമീറ്റർ വരെ ലാർജുള്ളൊരു എത്രയോ വലിയ സാധനമാണ് നമ്മളുടെ DNA. ഈ DNA നമ്മൾ എന്ത് ചെയ്യണം, ചുരുട്ടിക്കൂട്ടി മടക്കി ഇങ്ങനെ കെട്ടി വെക്കണം. ഓക്കെ, അപ്പം സെൽ ഡിവിഷൻ അല്ലാത്തതിൻ്റെ സമയത്ത്, സെൽ ഡിവിഷൻ നടക്കാത്ത സമയത്ത്, അത് പറഞ്ഞാൽ വൂണ്ടൊക്കെ വരുന്ന സമയത്താണ് ഈ സെൽ ഡിവിഷൻ നടക്കുക. അപ്പോൾ സെൽ ഡിവിഷൻ നടക്കാത്ത സമയത്ത് അല്ലെങ്കിൽ വല്ല എൻസൈം ഒക്കെ വേണം എന്നുള്ള സമയത്ത് മാത്രം ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ വേണ്ട സ്ഥലം മാത്രം അഴിച്ചെടുക്കും. അത് പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം, സംഭവം ക്ലിയർ ആയിട്ടില്ലെങ്കിൽ. ഇതാണ് നമ്മളുടെ ഒരു DNA. ഞാൻ ഇവിടെയും കൂടെ വരച്ചുതരാം. ഇത് നമ്മളുടെ DNA. ഈ DNA എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ വരയ്ക്കുമ്പോൾ കുഞ്ഞിതാണ്, പക്ഷെ ശരിക്കും ഇതൊരു വലിയ ആളാണ്. അപ്പം ഒരു 2 നാനോമീറ്റർ ആയിട്ടുള്ള ലെങ്ത്തുള്ള ഒരു എത്രയോ ബേസ് പാസ് ഒക്കെ ഉള്ള 2 മീറ്റർ എന്തോ വലുപ്പമുള്ള ഒരു വലിയൊരു DNA മോളിക്യൂളുണ്ട് നമുക്ക്. അപ്പോൾ ഇവരെ നമ്മൾ ചുരുട്ടിക്കൂട്ടി, ഒരു സെല്ല് എന്ന് പറഞ്ഞാൽ ഭയങ്കര മൈന്യൂട്ട്, അതിൻ്റെ ഉള്ളിൽ ആക്കണം എന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും, കുറച്ച് പ്രോട്ടീൻസിനെ കൊണ്ടുവരും. ഇങ്ങനെ ഉണ്ട പ്രോട്ടീൻസ് ഉണ്ട്. ഇതിൻ്റെ പേരാണ് ഹിസ്റ്റോൺസ് എന്ന് പറയുന്നത്. ഈ ഹിസ്റ്റോൺസ് എന്ന് പറയുന്ന ആൾക്കാർ വേഗം വരും. ഇതിനെയാണ് നമ്മൾ ഹിസ്റ്റോൺസ് എന്ന് പറയുന്നത്. ഈ ഹിസ്റ്റോൺസ് എന്ന് പറയുന്ന ആൾക്കാർ വന്നിട്ട് എന്ത് ചെയ്യും, നമ്മളുടെ ഈ DNAനെ അതിലേക്കൊന്ന് റാപ്പ് ചെയ്യും. ഞാൻ കാണിച്ചു തരാം DNAനെ എങ്ങനെയാണ് റാപ്പ് ചെയ്യുന്നതെന്ന്. ഇതാ DNA ഇതിൽ കൂടെ ഇങ്ങനെ കയറി ബാക്ക് കൂടെ വന്ന്, ഇതിൽ കൂടെ കയറി ബാക്കോട്ട് വന്ന്, ഇങ്ങനെ ബാക്കോട്ട് വന്ന്, ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തുറന്നു വിടും. നമ്മളൊന്ന് കെട്ടിയിടും ആ ഹിസ്റ്റോണിൻ്റെ ഉള്ളിൽ. ഇങ്ങനെ ഹിസ്റ്റോണിൻ്റെ ഉള്ളിൽ കെട്ടിയിട്ട് അതിൻ്റെ ഒരു വലിയ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവും എന്താണ്. ഇപ്പോൾ ഒരു ഹിസ്റ്റോൺ ഇവിടെ ഇങ്ങനെ 4 ഹിസ്റ്റോൺസ് ആയിരിക്കും ഉണ്ടാവും. ഈ ഹിസ്റ്റോണിനെ കൂടെ ചുറ്റിയിട്ട് 4 ഹിസ്റ്റോൺ ഞാൻ വരച്ചു. 4 അതിൽ കൂടുതലുണ്ട് ശരിക്കും. H2H2B എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഹിസ്റ്റോൺസ് ഉണ്ട്. ഇപ്പോൾ ഇവരിങ്ങനെ കോയിലായിട്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ നോക്കി നോക്ക്, ഈ ഹിസ്റ്റോണ് ഇതാ ഇങ്ങനെ കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ചുരുക്കി ഇതിൻ്റെ ഉള്ളിൽ കൂടെ കറങ്ങി ഇങ്ങനെ DNAനെ നമ്മൾ ഇട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അതിനെ നോർമലി കെട്ടിയിടുന്നത്. അപ്പോൾ കുറേ ഹിസ്റ്റോൺസ് വരും. ഇത് ഞാൻ ഒരു ഹിസ്റ്റോണിൻ്റെ കേസാണ് പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ കുറേ ഹിസ്റ്റോൺസ് ഉണ്ടാവും. ഇങ്ങനെ കുറേ ഹിസ്റ്റോൺസ് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടോ ഇവിടെയും കുറേ ഹിസ്റ്റോൺസ് ഉണ്ടാവും. ഇങ്ങനെ നിറഞ്ഞ് ഒരു ഹിസ്റ്റോൺസിനെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് നമുക്ക് ഇടാൻ പറ്റും. ഓക്കെ, അപ്പം ഇതെന്ത് ചെയ്യും, ഇതിൽ കൂടെ ഇങ്ങനെ കെട്ടിപ്പടങ്ങി ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഹിസ്റ്റോൺസ് ഇത് കണ്ടോ, ഇത് എന്ത് ചെയ്തു, ഹിസ്റ്റോൺ ഒക്ടാമർ ആയതാണ്. ആദ്യം ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക, ഒരു ബോളിന് ചുറ്റും ഒരു കയറ് കിട്ടിയ മാതിരി. പിന്നെ അതിനെന്ത് ചെയ്യും, സോളിനോയിഡ് ഫോം ആക്കും. അതിനെ പിന്നെ സൂപ്പർ കോയിൽ ചെയ്ത് അവസാനമാണ് നമുക്ക് എന്താക്കുന്നത്, ഈ DNAനെ നമ്മൾ ക്രോമസോമാക്കി മാറ്റും. എങ്ങനെയാണ് ക്രോമസോം ഉണ്ടാവുക, ഇങ്ങനെ ഒരു സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ക്രോമസോം. ഇത് ക്രോമസോമിൻ്റെ സെൻട്രോമിയർ എന്ന് പറയുന്ന ഭാഗം. ഇങ്ങനെ നമ്മൾ അവരെന്താക്കും, കോയിൽ ചെയ്ത് സൂപ്പർ കോയിൽ ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യും, ഈ ഒരു DNAനെ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറാവും. അപ്പോൾ ശരിക്കും ഇത് നോക്കുകയാണെങ്കിൽ ഉണ്ടേ കുറേ ഹിസ്റ്റോൺസ് ഒക്കെ ഉണ്ടാവും. പിന്നെ അത് ഭയങ്കരമായിട്ട് സൂപ്പർ കോയിൽ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുക. എന്നിട്ടാണ് നമ്മളിങ്ങനെ ഒരു ക്രോമസോം ആക്കുന്നത്. അപ്പം ഇങ്ങനെയെന്ന് പറയുന്നത് നമ്മളുടെ ഒരു സെല്ലിൽ നോക്കുകയാണെങ്കിൽ 23 പെയർ ഉണ്ട്. അത് പറഞ്ഞാൽ 46 ക്രോമസോം ഉണ്ട്. അപ്പോൾ 46 ക്രോമസോംസിനെ നമ്മൾ ഇങ്ങനെ കെട്ടിയിട്ടിട്ടായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ആലോചിച്ച് വെക്കണം. ഓക്കെ.
ഇതിലൊക്കെ ഹിസ്റ്റോൺസും ഉണ്ടാവും, അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ DNA ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ DNA ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. സെറ്റല്ലേ? ഇങ്ങനെ ഉണ്ടാവും. അതാണ് ഞാൻ ഇങ്ങനെ ഒന്ന് വരച്ച് കാണിച്ചു തന്നത്. ഓക്കെ, അപ്പോൾ അവസാനം ഇങ്ങനെ നമുക്കൊരു 46 ക്രോമസോംസ് ആയിട്ട് നമ്മളുടെ ഓരോ സെല്ലിൽ നമുക്ക് DNA കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളിങ്ങനെ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലാബിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചീക്ക് സെൽസ് ഒക്കെ എടുത്തിട്ട് അതിനകത്തുള്ള സെല്ലിൻ്റെ പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ഒക്കെ കാണാൻ പറയും. അപ്പോൾ പ്രോഫേസിൻ്റെ സമയത്ത് നമ്മൾ കാണാറില്ലേ എന്താണ് ക്രോമസോമായി ഇങ്ങനെ മാറുന്നത്, മെറ്റഫേസ് ആവുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് നിൽക്കും, 2 സ്ഥലത്തേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വലിച്ചു കൊണ്ടുപോകും. പിന്നെ അതേപോലെ തന്നെ 2 സെല്ലുകളിൽ 2 ക്രോമസോം ഉണ്ടാകുന്നു. ഇങ്ങനത്തെ സ്റ്റേജുകളൊക്കെ നമുക്ക് ശരിക്കും ഇങ്ങനെ വിസിബിളായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വരുന്ന അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്രയും ഇത് നമ്മളെന്താ പറയുക വെച്ചാൽ DNA കുറച്ചും കൂടെ കോയിൽ ചെയ്ത് വെക്കുന്ന സ്ട്രക്ചറാണ് നമുക്ക് എന്ത് ക്രോമസോം എന്നത് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ DNA കോയിൽ ചെയ്താൽ എന്ത് കിട്ടും? DNA കോയിൽ ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? ക്രോമസോമിനെ കിട്ടുമെന്ന് നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഈ DNA എന്ന് പറയുന്നത് ക്രൊമാറ്റിൻ റെറ്റിക്കുലം ആണെന്ന് ആലോചിച്ച് വെക്കണം. ക്രൊമാറ്റിൻ റെറ്റിക്കുലം കോംപ്ലക്സ് ആയി കഴിഞ്ഞാൽ അതിനെന്താക്കാൻ പറ്റും? ക്രോമസോംസ് ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് DNA ഓർ റൈബോ ന്യൂക്ലിക് ആസിഡ്. എന്താണ് നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് DNA കുറിച്ചാണ്. ഇനി നമുക്ക് DNA ജനറ്റിക് മെറ്റീരിയൽ അല്ലാത്ത ജീവികളും ഉണ്ട്. RNA എന്ന് പറയുന്ന ജനറ്റിക് മെറ്റീരിയൽ ഉള്ള ആൾക്കാരുണ്ട്. ഓക്കെ, ചില വൈറസസ് ഒക്കെ രോഗം പരത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ DNA വൈറസസും ഉണ്ട്, RNA വൈറസസും ഉണ്ട്. DNA വൈറസസ് എന്ന് പറഞ്ഞാൽ DNAനെ അറ്റാക്ക് ചെയ്യാൻ അവർക്ക് ഭയങ്കരമായിട്ട് കഴിവുണ്ട്. ഇപ്പോൾ നമ്മൾ കൊറോണ വൈറസ് എന്ന് പറയുന്നത് അതൊരു DNA വൈറസാണ്. ആ DNA വൈറസിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ DNAൻ്റെ ഉള്ളിലെ ജനറ്റിക് മേക്കപ്പ് മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വേഗം അസുഖം കോസ് ചെയ്യാൻ പറ്റും. അതാണ് DNA എന്ന് പറയുന്നത്, അതിൻ്റെ വ്യത്യാസം. ഓക്കെ, അപ്പം നിങ്ങളോട് എക്സാമിന് ചോദിക്കുക DNAയും RNAയും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും. അപ്പോൾ DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡബിൾ സ്റ്റാൻഡേർഡ് മോളിക്യൂൾ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനത്തെ 2 സ്ട്രാൻഡുള്ള ആൾക്കാരാണ്. പക്ഷേ RNAൻ്റെ കേസിൽ വരുമ്പോൾ RNA ഒറ്റ സിംഗിൾ സ്റ്റാൻഡേർഡേ ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ ഇവർക്ക് ഡിയോക്സി റൈബോ ഷുഗറാണ് ഇവരിൽ ഉണ്ടാവുക. ഇവർക്ക് വെറും റൈബോ ഷുഗറേ ഉണ്ടാവുള്ളൂ. എപ്പോഴും DNAയിൽ വരുമ്പോൾ ഒരു D കൂടുതലാണ്. ഡിയോക്സി റൈബോസ് ആണ് നമ്മുടെ കേസിൽ വരിക. DNAയിൽ ഇവിടെ വെറും റൈബോസേ ഉണ്ടാവുള്ളൂ. R4R എന്ന് ഓർത്താൽ മതി. R4 RNAക്ക് വരുമ്പോൾ റൈബോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടുത്തെ ഡിയോക്സി റൈബോസ് ഷുഗറിൽ എന്തായിരുന്നു? അഡിനിൻ ഉണ്ട്, ഗ്വൈനിൻ ഉണ്ട്, സൈറ്റോസിൻ ഉണ്ട്, തൈമിൻ ഉണ്ട്. ഇങ്ങനെയല്ലായിരുന്നു ആൾക്കാരുണ്ടായിരുന്നത്. എഡിനിൻ ആരായിട്ട് പെയർ ചെയ്യും? തൈമിനായിട്ട്. സൈറ്റോസിൻ ആരായിട്ട് പെയർ ചെയ്യും? ഗ്വൈനിനായിട്ട്. പക്ഷേ ഇവരുടെ കേസിലെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എഡിനിൻ പെയർ ചെയ്യുക തൈമിൻ തന്നെയായിരിക്കും. പക്ഷേ എഡിനിൻ പെയർ ചെയ്യുക യുറാസിലായിട്ടായിരിക്കും. ഇവർക്ക് തൈമിൻ ഇല്ല. അത് നിങ്ങൾ ആലോചിച്ച് വെക്കണം. എഡിനിൻ പെയർ ചെയ്യുക യുറാസിലായിട്ടായിരിക്കും, ഗ്വൈനിൻ പെയർ ചെയ്യുക സൈറ്റോസിനായിട്ട് തന്നെ. ഷെഡിനിന് പകരം ഇവിടെ യുറാസിൽ എന്ന് പറഞ്ഞിട്ട് ഒരാളായിരിക്കും ആരിലുണ്ടാവുക? നമ്മളുടെ RNAയിൽ ഉണ്ടാവുക. സോ തൈമിന് പകരം ഇവിടെ യുറാസിൽ എന്ന് പറയുന്ന ഒരാളുണ്ട്. നിങ്ങൾ ആലോചിച്ച് വെക്കണം. ഓക്കെ, പിന്നെ പിരമിഡിൻ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് പിരമിഡിൻ ബേസ് കോംപ്ലിമെൻ്ററി ടു എഡിനിൻ ടു തൈമിൻ ആണെങ്കിൽ ഇവിടെ എന്താ? എഡിനിൻ ടു യുറാസിൽ. നേരത്തെ പറഞ്ഞ പോലെ എഡിനിൻ എപ്പോഴും യുറാസിലുമായിട്ടായിരിക്കും മൈൻഡ് ചെയ്യുക. പിന്നെ ഈ DNAക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു ഫംഗ്ഷനേ ഉള്ളൂ. നമ്മുടെ കേസിൽ നമ്മളുടെ ഹെറിഡിറ്ററി ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ള ഫംഗ്ഷൻ മാത്രമേ DNAക്ക് ഉള്ളൂ. പക്ഷേ RNAൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ mRNA ഉണ്ടാക്കുക, tRNA ഉണ്ടാക്കുക, rRNA ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫംഗ്ഷൻ. mRNA എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനത്തിനാണ് നമ്മൾ mRNA പറയുന്നത്. മെസ്സഞ്ചർ RNA എന്നാണ് mRNAനെ പറയുന്നത്. tRNA എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ട്രാൻസ്ഫർ RNA എന്നാണ് പറയുക. ഓക്കെ, rRNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈബോസ് ഉള്ള റൈബോ ന്യൂക്ലിയർ RNA എന്നാണ് വിളിക്കുന്നത്. ഇത്രയും കാര്യങ്ങളും ഓർത്ത് വെക്കുക. പിന്നെ DNA കേസിൽ ദേ ക്യാൻ ഡ്യൂപ്ലിക്കേറ്റ് ഓൺ ഇറ്റ്സ് ഓൺ. കാരണം ഒരു DNA സ്ട്രാൻഡ് ഉണ്ടെങ്കിൽ ആ DNA സ്ട്രാൻഡിന് എന്ത് ചെയ്യുക? റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴി 2 ആവാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ഇങ്ങനെയല്ലേ നമ്മൾ DNA ഇരിക്കുന്നത്. ഇവർ അൺകോയിൽ ചെയ്തിട്ട് ഈ ഒരു സാധനത്തിന് ഓരോ കോപ്പി, ഇതേപോലത്തെ ഒരു കോപ്പി ഉണ്ടാക്കാം. മറ്റേ ഒരു സ്ട്രാൻഡിന് മറ്റേനെ പോലെ തന്നെ മറ്റേ ഒരു കോപ്പിയും ഉണ്ടാക്കാൻ പറ്റും. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അടുത്തതിൽ. ഓക്കെ, അപ്പം RNAൻ്റെ കേസിൽ RNA സിന്തസൈസ് ചെയ്യുന്നത് DNA എന്നാണ് നമുക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റും. DNA ടെംപ്ലേറ്റ് ആക്കി വെച്ചിട്ടേ നമുക്ക് എപ്പോഴും ഒരു RNAനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ ആലോചിച്ച് വെക്കണം. അപ്പോൾ ഡിഫറൻസസ് ബിറ്റ്വീൻ DNA ഓർ RNA ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ എഴുതി വെക്കണം. സെറ്റല്ലേ? ഇനിയാണ് നമ്മൾ RNAൻ്റെ സ്ട്രക്ചർ നോക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു മെസ്സഞ്ചർ RNA ഉണ്ടെന്ന് പറഞ്ഞു. മെസ്സഞ്ചർ RNA എന്തിനാണ് വരിക? മെസ്സഞ്ചർ RNA എന്ന് പറയുന്നത് നമ്മളുടെ പ്രോട്ടീൻ ഉണ്ടാക്കേണ്ട സമയത്ത് വരുന്ന RNAനെയാണ് മെസ്സഞ്ചർ RNA ഓർ mRNA എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്ഫർ RNA ഓർ tRNA എന്ന് പറയുന്നത് നമുക്ക് പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ തന്നെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ വരുന്ന ആളാണ്. പ്രോട്ടീൻ ട്രാൻസ്ലേഷനിൽ വരുന്ന ആളാണ് tRNA. ഇത് പ്രോട്ടീൻ ട്രാൻസ്ക്രിപ്ഷൻ വഴിയായിട്ട് ഉണ്ടാകുന്ന ആളാണ് മെസ്സഞ്ചർ RNA.
ഇനി RNA എന്ന് പറയുന്ന ഒന്നുമില്ല, അത് ഓരോരോ റൈബോസോമൽ RNAs ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ്, അത് സീനല്ല. ഓക്കെ, അപ്പം നിങ്ങൾ ഇത് മൂന്നും ആലോചിക്കണം. മെസ്സഞ്ചർ RNA എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഓൺ ദ ടൈം ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ഫർ RNA or tRNA ഈസ് കമ്മിങ് ഓൺ ദ ട്രാൻസ്ലേഷൻ ഓഫ് എ പ്രോട്ടീൻ്റെ സമയത്താണ് വരിക എന്ന് ആലോചിക്കണം. ഇതാണ് ഒരു tRNAൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ഇങ്ങനെയായിരിക്കും ഒരു tRNAൻ്റെ സ്ട്രക്ചർ. ഒരു 4-5 ആമുള്ള ആളാണ്. നമ്മൾ നോക്കുമ്പോൾ ഒരാം ഇവിടെ, ഒരാം ഇത്, രണ്ടാം ഇത് മൂന്നാമത്തെ ആം, ഇത് നാലാമത്തെ ആം, ഇതൊരു 5ാമത്തെ ആം. ഓക്കെ, ഇങ്ങനത്തെ ഒരു ആമുണ്ട് എന്ന് വെറുതെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് മെക്കാനിസം ഓഫ് DNA ട്രാൻസ്ഫർ നടക്കുന്നത് നോക്കാം. എങ്ങനെയൊക്കെയാണ് നമുക്ക് DNA ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എങ്ങനെയൊക്കെ നമുക്ക് DNA ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമുക്ക് എന്തുണ്ട്, ഇവിടെ ഒരു ബാക്ടീരിയ ഉണ്ട്. ഇത് ഞാൻ മുന്നേ ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇവർക്ക് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 DNA ഉണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യും, വേറൊരു ബാക്ടീരിയനെ മീറ്റ് ചെയ്യുമ്പോൾ ബാക്ടീരിയക്ക് ഇതില്ല, എന്താ പറയുക, DNA ഇല്ല, ഒരു സെൽഫായിട്ടൊരു DNA ഉള്ളൂ. അപ്പം ഇവരെന്ത് ചെയ്യും, ഇവരുടെ DNA ഇങ്ങോട്ടേക്ക് കൊടുക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ കോൺജുഗേഷൻ എന്നാണ് പറയാം. അത് പറഞ്ഞാൽ ഇവർ 2 പേരും അടുത്ത് വന്നിട്ട് ഇവിടെ ഒരു സെക്സ് പില്ലായി എന്ന് പറഞ്ഞിട്ടൊരു പില്ലായി ഉണ്ടാക്കും. എന്നിട്ട് ഇത് വഴിയായിട്ട് ഇവരുടെ 2 എണ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഒരെണ്ണത്തിന് ഇതിൽ കൂടെ വിട്ടിട്ട് ഇവിടെ കൊടുക്കും, ഇവിടേക്ക് വരെ കൊടുക്കും. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ബാക്ടീരിയനെ നോക്കുന്ന സമയത്ത് ഇവിടെ അവർക്ക് ഒരെണ്ണം കുറഞ്ഞു, മറ്റവന് ആ ഒരു സാധനം കിട്ടുകയും ചെയ്തു. ഈ ഒരു കളറിലുള്ള സാധനം അവർക്ക് കിട്ടുകയും ചെയ്തു. ഓക്കെ, കിട്ടുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ 2 പേർക്കും എന്തുണ്ട്, ഒരേ കളറുള്ള സാധനമുണ്ട്. ഇനി ഇത് ഞാനൊരു കളറ് മാറ്റി വരയ്ക്കണം, എന്നാലേ കുറച്ചും കൂടെ മനസ്സിലാവാൻ തോന്നുന്നു. ഇതൊരു ബാക്ടീരിയ. ഈ ബാക്ടീരിയക്ക് ഒരു DNA ഉണ്ട്, അതേപോലെ തന്നെ ഈ ഒരു വേറൊരാൾ കൂടി ഉണ്ടെന്ന് വിചാരിച്ചു. അടുത്തൊരു ബാക്ടീരിയ ഈ ഒരു കളറിലാണ് ഉണ്ടാവുക. സോ അവർക്ക് എന്താ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ന്യൂക്ലിയസ് ഉണ്ടാകും. ഇവരുടെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക, നോർമലി ഇവരെന്ത് ചെയ്യും, ഇങ്ങനത്തെ ഒരു സെക്സ് പില്ലായി എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഫോം ചെയ്യിക്കും. ഇങ്ങനൊരു സ്ട്രക്ചർ ഫോം ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യും, ബൗണ്ട് ആവും. ഇങ്ങനെ ബൗണ്ട് ചെയ്തിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യും, ഒരു DNA, ലൈക്ക് ഇവർക്ക് ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഇതിൽ ഒരു DNA ഇങ്ങോട്ടേക്ക് വിടും. അപ്പം ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരിലേക്ക് ഈ ഒരു കളർ വന്നിട്ട് ബൗണ്ടാകും, ഒരു DNA വന്ന് കഴിയും. ഇനിയിപ്പം ഇവർ 2 പേരും, ഇവർക്കൊന്ന് കുറഞ്ഞു പോയില്ലേ, ഇവർക്ക് ഒരെണ്ണം വന്നും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവരെന്ത് ചെയ്യും, 2 പേരും DNAസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സ്വന്തമായിട്ട് ഈ ഒരു DNA സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്ത് ഒരെണ്ണത്തിന് ഉണ്ടാക്കും. മറ്റവൻ ആരേനു, ഇവൻ്റെ കളർ മാറിപ്പോയില്ലേ, ഇങ്ങനെ കേട്ടോ. ഓക്കെ, അടുത്ത ആളെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ്. അവരിൽ ന്യൂക്ലിയസ് ഇത് തന്നെയായിരുന്നു. ഇനി അവരെന്ത് ചെയ്യും, ഇതേ സാധനം ഉണ്ടാക്കി അതേ സാധനം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും. ഇങ്ങനെ അവർക്ക് DNA കിട്ടും. ഇത് ഇസ് എ കൈൻഡ് ഓഫ് എന്താണ്, കോൺജുഗേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ DNA എന്ന് പറയുന്ന മെറ്റീരിയലിനെ, സിംഗിൾ സ്ട്രാൻഡ് ഓഫ് DNAനെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതാണ്. ദിസ് ഹാപ്പൻ ത്രൂ ദ ബ്രേക്ക് ഓഫ് സിംഗിൾ സ്ട്രാൻഡ് ഓഫ് DNA ഓഫ് എ ക്രോമസോം ഫ്രം എ ഡോണർ ബാക്ടീരിയ. ഇത് ഡോണറാണ്, ഇത് റെസിപ്പിയൻ്റ് ആണ്. ഒരു ഡോണർ ബാക്ടീരിയത്തിൽ നിന്ന് ഒരു സ്ട്രാൻഡ് ബ്രേക്ക് ചെയ്തിട്ട് ഒരു സ്ട്രാൻഡ് നമ്മൾ ഇപ്പുറത്തേക്ക് കൊടുക്കും. എന്നിട്ട് ഇവർ റെപ്ലിക്കേഷൻ വഴി ഇവർക്ക് പോയ സ്ട്രാൻഡിനെ ഇവരെന്ത് ചെയ്യും, ഫില്ല് ചെയ്ത് കൊടുക്കും. ഇതാണ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസ്ഫോർമേഷൻ ഒന്നുമില്ല, അതുപോലെ പഠിച്ചാൽ മതി. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ സെല്ലുലാർ DNAനെ ഒരു ബാക്ടീരിയൽ സെല്ലിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, എൻ്റർ ചെയ്യിപ്പിച്ച് റീകമ്പൈൻ ചെയ്യും. അത്രയേ ഉള്ളൂ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സെല്ലുലാർ ആയിട്ടുള്ളൊരു DNAനെ നമ്മൾ എന്ത് ചെയ്യും, ബാക്ടീരിയൻ്റെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്ത് റീകമ്പൈൻ ചെയ്യുന്ന പ്രോസസ്സിനാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. ഇനി അതേപോലെ തന്നെ ട്രാൻസ്ഡക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. ട്രാൻസ്ഡക്ഷൻ എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ഓഫ് DNA ഫ്രം വൺ ബാക്ടീരിയൽ സെൽ ടു അനദർ ബാക്ടീരിയ. ഒരു ബാക്ടീരിയയിൽ നിന്ന് വേറൊരു ബാക്ടീരിയത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, DNAനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. അവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കോൺജുഗേഷനായിട്ട് ഇപ്പോൾ ഒരുപോലെ ആയില്ലേ, പക്ഷേ ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു വൈറസിനെ നമ്മൾ യൂസ് ചെയ്യും. വൈറസ് എന്ന് പറയുന്ന ഒരു ഏജൻറ്റിനെ ഇവിടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം. ഒരു ബാക്ടീരിയയിൽ നിന്ന് മറ്റേ ബാക്ടീരിയത്തിലേക്ക് നമ്മൾ DNA കൊടുക്കുന്ന പേര് നമ്മൾ എന്ത് പറഞ്ഞു, കോൺജുഗേഷൻ എന്ന് പറഞ്ഞു. കോൺജുഗേഷൻ തന്നെ, പക്ഷെ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, വൈറസിനെ വെച്ചിട്ടാണ് കൊടുത്തതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, ബാക്ടീരിയോഫേജ് എന്നാണ് വിളിക്കുക. ഈ ബാക്ടീരിയോഫേജ് യൂസ് ചെയ്തിട്ടാണ് DNA കൊടുത്തതെങ്കിൽ അതിനെ ട്രാൻസ്ഡക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഓഫ് DNAനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇനി അടുത്തതാണ് DNA റെപ്ലിക്കേഷൻ. ഇത് നമ്മളെ മേജർ ആയിട്ടുള്ള ഒരാളാണ്. എന്താണ് DNA റെപ്ലിക്കേഷൻ എന്ന് ഞാൻ ഒരു എളുപ്പത്തിൽ പറഞ്ഞുതരാം.
DNA റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഡയഗ്രത്തിലേക്ക് പോവാം, അതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവുക. ഇതിപ്പം ഞാൻ DNA, ഈ DNA ഇല്ലേ ഇങ്ങനെ ഞാൻ വരച്ച DNA, ഇത് 5' ആണെങ്കിൽ ഇത് 3', ഇത് 3' ആണെങ്കിൽ അത് 5'. ഓക്കെ, ഇങ്ങനെയല്ലേ ഉണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള ഈ DNA-ൻ്റെ 5' നമ്മൾ നേരെയാക്കി വെച്ചു. ഇപ്പോൾ കോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള സാധനത്തിനെ നേരെയാക്കി വെച്ചു. അപ്പോൾ 5' ഇവിടെ, 3' ഇവിടെ. അപ്പോൾ നമുക്ക് ഈ ഒരു DNA-നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പോവാം. അപ്പം ഈ DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഒരെണ്ണം ഉണ്ടായിക്കൊണ്ട് വരുന്നു. അടുത്തത് ഈ DNA, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള DNA-നെ ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. അപ്പം നമ്മളുടെ DNA-യുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ആളെന്ന് പറയുന്ന ആളിനെ നമ്മൾ എന്ത് പറയും, ടെംപ്ലേറ്റ് സ്റ്റാൻഡ് എന്ന് അതിനെ പറയാം. അപ്പം ഇതിനെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ഉണ്ടാക്കി വരിക. എപ്പോഴും 5' to 3' ആണ് സിന്തസിസ് നടക്കുക. ഈ 3'ലാണ് ഒരു OH ഉണ്ടാവുക, ഈ നമ്മളെ ഫോസ്ഫേറ്റിൻ്റെ OH ഉണ്ടാവുക. ആ OH വെച്ചിട്ട് ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് സിന്തസൈസ് ചെയ്യും. ഇങ്ങനെ ആലോചിച്ച് നോക്കുക. അപ്പം ഇവിടെ ഈ ഒന്നും ആലോചിക്കേണ്ട, ഈ ഒരു DNA സ്ട്രാൻഡിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ നടത്തണം. ഇപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് 5' to 3'ലാണ് എപ്പോഴും സിന്തസിസ് എന്നൊന്ന് ഓർത്ത് വെക്കുക. ഇങ്ങനെ അവരെന്തുണ്ടാക്കും, DNA-നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൊണ്ടുവരും. സെറ്റാണോ? അങ്ങനെ ഉണ്ടായി വരുന്ന ആ DNA-ൻ്റെ ഫസ്റ്റ് സ്ട്രാൻഡിനെ വിളിക്കുന്ന പേരാണ് ലീഡിങ് സ്ട്രാൻഡ്. ഇത് ഫാസ്റ്റിലുണ്ടായി വരുന്ന ഒരു സ്ട്രാൻഡാണ്. അപ്പം ഇതിനെ നമ്മൾ ലീഡിങ് സ്ട്രാൻഡ് എന്ന് പറയും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഒരെണ്ണമുണ്ട് ലാഗിങ് സ്ട്രാൻഡ്. ലാഗിങ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് ഭയങ്കര സ്ലോ ആണ്. ഇവിടെ കണ്ടോ 3' to 5'. അപ്പം ഇതിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, 5' to 3' നമുക്ക് എപ്പോഴും സിന്തസൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്നാണ് ശരിക്കും തുടങ്ങേണ്ടത്. പക്ഷേ ഇവിടെ നിന്ന് ഒരിക്കലും DNA സിന്തസിസ് തുടങ്ങില്ല. അവരെന്ത് ചെയ്യും, ഇതേ വഴിക്ക് തന്നെ തുടങ്ങും. പക്ഷേ ഇവിടെ പ്രൈമർ ഇട്ട് കൊടുത്ത്, പ്രൈമർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾക്ക് വേണ്ട. ഈ പ്രൈമർ ഇവിടെ ഇട്ട് കൊടുത്ത് ഇവിടെ ജോയിൻ ചെയ്തിട്ടാണ് ഉണ്ടാക്കി വരിക. അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കും, സ്ലോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഫാസ്റ്റായിട്ട് ഉണ്ടാകുന്നത് ലീഡിങ് സ്ട്രാൻഡും ലാഗിങ് സ്ട്രാൻഡ് സ്ലോ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് 2 സ്ട്രാൻഡ്സ് ഉണ്ടാകുന്നുണ്ട് എന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും പഠിച്ചാൽ മതി. എന്താണ്, 2 DNA റെപ്ലിക്കേഷൻ്റെ സമയത്ത് 2 സ്ട്രാൻഡ്സ് ഉണ്ട്. ഒരെണ്ണം 5' to 3' ആണ്, ഒന്ന് 3' to 5' ആകുമ്പം 5' to 3' മാത്രമേ നമുക്ക് സിന്തസിസ് നടക്കാൻ പറ്റൂ. അപ്പോൾ ലീഡിങ് സ്ട്രാൻഡ് ഫാസ്റ്റായിട്ട് ഉണ്ടാകും, വേഗം ഉണ്ടായി പോകുന്ന ആളാണ് ലീഡിങ് സ്ട്രാൻഡ്. പക്ഷേ ലാഗിങ് സ്ട്രാൻഡിൻ്റെ കേസ് വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, കുറച്ച് സ്ലോ ആയിരിക്കും. കാരണം പ്രൈമറിന് ഇട്ട് കൊടുത്ത് ഇവരെന്ത് ചെയ്യും, ജോയിൻ ചെയ്തിട്ടായിരിക്കും സ്ട്രാൻഡ് ഉണ്ടാക്കുക. അപ്പം ഇവരെന്ത് ചെയ്യും, കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം ലാഗിങ് സ്ട്രാൻഡിന് നമ്മൾ വേറൊരു പേരും കൂടെ വിളിക്കും, ഓക്കസാക്കി ഫ്രാഗ്മെൻറ്റ് എന്നാണ് വിളിക്കുക. ഇത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേരെന്തോ ഒരു ഓക്കസാക്കി ആയിരുന്നു. അപ്പം അയാൾ എന്ത് ചെയ്തു, അയാളെ പേരിട്ടതാണ് ഓക്കസാക്കി ഫ്രാഗ്മെൻറ്റ് എന്നുള്ളൊരു പേരിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ DNA-യിൽ പഠിച്ചാൽ മതി. അപ്പം ആദ്യം ഇങ്ങനെ DNA ഇങ്ങനെ ഗ്യാപ്പൊക്കെ വെച്ച് മാറി നിൽക്കണ്ടേ, ഇങ്ങനെ നിൽക്കുന്നതിന് നമ്മൾ കുറച്ച് സ്റ്റെപ്പ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പാണ് അൺവൈൻഡിങ്. അൺവൈൻഡിങ് എന്ന് പറഞ്ഞാൽ DNA ഇങ്ങനെയായിരുന്നു ഇരുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ DNA-നെ അൺവൈൻഡ് ചെയ്യണം. അൺവൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവരെ നേരെയാക്കി കൊണ്ടുവരണം. ഒരു റോപ്പ് ഇങ്ങനെ കെട്ടി ഇട്ട് കഴിഞ്ഞാൽ അതിന് നമ്മൾ തിരിച്ചാക്കി കഴിഞ്ഞാൽ അവർ നേരെയാവില്ലേ, അതുപോലെ ഇവരെ നമ്മൾ നേരെയാക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഇങ്ങനെ ആക്കി വെക്കണം. ഇങ്ങനെ ആക്കി വെക്കുന്നതിനാണ് നമ്മൾ അൺവൈൻഡിങ് എന്ന് പറയുന്ന ഫസ്റ്റ് പ്രോസസ്സ് പറയുന്നത്. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ ഇതിങ്ങനെ ബേസസ് ഒക്കെ ആയിട്ട് ഇങ്ങനെയല്ലേ ഉണ്ടാവുക, ഇതാ ഇവിടെ ഫുൾ ബേസസ് ആയിട്ട് ഇങ്ങനെയല്ലേ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നേരെയാക്കുമ്പോൾ ഇവിടെ നമുക്കൊരു റെയിൽവേ പാളം പോലെ നമുക്ക് ബേസസിനെ ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹെലിക്കേസ് വരും. ഹെലിക്കേസ് എന്ന് പറയുന്ന ആൾ വന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രാൻഡിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യും, ഇവിടെ ഒന്ന് മുറിക്കും. ഇങ്ങനെ ഒന്ന് മുറിച്ച് കഴിഞ്ഞാലല്ലേ നമുക്ക് ആ ബോണ്ട് ഒന്ന് ക്ലീവ് ചെയ്തിട്ട് പുതിയ മുറിക്കുക ഇൻ ദ സെൻസ് എന്താ പറയുക, ഇവിടുന്ന് ഒരാളെ ഇവിടുന്ന് സിന്തസൈസ് ചെയ്യും, അടുത്ത ആളെ ഇവിടുന്ന് സിന്തസൈസ് ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരെ കോപ്പി ഉണ്ടാക്കുക ചെയ്യുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ ആയോ? ഒന്നുകൂടെ ഞാൻ പറയാം. ഒന്നുമില്ല, നല്ല എളുപ്പമാണ്. DNA എന്ന് പറയുന്ന ആൾ അൺവൈൻഡ് ചെയ്തിരിക്കുകയായിരുന്നു, അവരെ നമ്മൾ നേരെയാക്കി വെച്ചിട്ട് ഇവിടെ ബോണ്ടുണ്ട്, ഇവിടെ നല്ല നമ്മൾ സിന്തസൈസ് ചെയ്തതിൻ്റെ ഇപ്പറയായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ സിന്തസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം അൺവൈൻഡ് ചെയ്യുക എന്നുള്ള പ്രോസസ്സ് പഠിച്ചു വെക്കുക. പിന്നെ സിന്തസിസ് ഓഫ് പ്രൈമർ, ഒരു പ്രൈമർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മൊത്തത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി പോകും. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതിനെയാണ് നമ്മൾ ലീഡിങ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞത്. കുറേ പ്രൈമർ ഇട്ട് കൊടുത്ത് ജോയിൻ ചെയ്ത് വരുന്നയാളെ നമ്മൾ എന്ത് പറയും, ലാഗിങ് സ്റ്റാൻഡ് എന്ന് പറയും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഓക്കസാക്കി എന്ന് വിളിച്ചത്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായോ? ഇത്രയും നിങ്ങൾ പഠിച്ചു വെക്കണം. സെറ്റല്ലേ? ഇതാണ് നിങ്ങളുടെ DNA റെപ്ലിക്കേഷനിലെ 3 പ്രോസസ്സ്. ഓക്കെ, അടുത്തതെന്ന് പറയുകയാണെങ്കിൽ സിന്തസിസ് ഓഫ് എ ന്യൂ സ്ട്രാൻഡ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ സ്ട്രാൻഡ്സ് കോംപ്ലിമെൻ്ററി ടു ദ ടെംപ്ലേറ്റ്. അത് പറഞ്ഞാൽ ഞാനിവിടെ ടെംപ്ലേറ്റിനെ വരച്ചില്ലേ, ഇതാണ് ടെംപ്ലേറ്റ്. ആദ്യത്തെ DNA-ൻ്റെ ആണ് നമ്മൾ ടെംപ്ലേറ്റ് എന്ന് പറയും. ഈ ടെംപ്ലേറ്റിന് അടുത്തായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ന്യൂ സ്ട്രാൻഡ്സിനെ ഉണ്ടാക്കും. ഇങ്ങനെ ന്യൂ സ്ട്രാൻഡിനെ ഉണ്ടാക്കും. ഇതിനെ നമ്മൾ ഒരു പ്രൈമർ ഇവിടെ ഇട്ട് കൊടുക്കും. പ്രൈമർ എന്ന് പറയുന്നത് ആരാ? പ്രൈമർ
പ്രൈമർ ഇവിടെ ഇട്ട് കൊടുത്തപ്പം വേഗം തന്നെ അതുണ്ടായി. ഇനി അടുത്ത സ്റ്റാൻഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്ലോ ആയിരിക്കും, മെല്ലനെ ഉണ്ടാവുള്ളൂ. കാരണം അവർ പ്രൈമറിന് ഇട്ട് കൊടുത്ത് ജോയിൻ ചെയ്ത് വരേണ്ട ആൾക്കാരതാ. പ്രൈമർ ഇങ്ങനെ കുറേ ഇട്ട് കൊടുത്ത് ഇനി എന്ത് ചെയ്യണം, നമ്മളുടെ DNA സിന്തസൈസ് ചെയ്ത് ഇങ്ങനെ ജോയിൻ ചെയ്ത് വരണം. അപ്പം ഇതിലേതാണ് ലീഡിങ് സ്ട്രാൻഡ്, ഇതിലേതാണ് ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ് പറയൂ. ഇതാണ് ലീഡിങ് സ്ട്രാൻഡ്, ഇതാണ് ഒക്കസാക്കി എന്ന് പറയുന്ന ലാഗിങ് സ്ട്രാൻഡ് എന്ന് നിങ്ങൾ ആലോചിച്ച് വെക്കണം. ഓക്കെ, സെറ്റല്ലേ? അപ്പം DNA റെപ്ലിക്കേഷൻ 3 സ്റ്റേജസിൽ പറയുകയാണെങ്കിൽ അൺവൈൻഡിങ്, പിന്നെ ഏതാണ് അൺവൈൻഡിങ്, സിന്തസിസ് ഓഫ് പ്രൈമർ ആൻഡ് സിന്തസിസ് ഓഫ് എ ന്യൂ സ്ട്രാൻഡ്. ഇത്രയും നിങ്ങൾ പറയേണ്ടുള്ളൂ. സെറ്റായോ? ഇനി അടുത്തതാണ് ഞാൻ പറഞ്ഞില്ലേ ഓക്കസാക്കി ഫ്രാഗ്മെൻസിനെ കുറിച്ച്, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഓക്കസാക്കി ഫ്രാഗ്മെൻസിനൊക്കെ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ DNA സ്ട്രാൻഡ് ഉണ്ടാക്കാൻ വരുന്ന ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ലാഗിങ് സ്ട്രാൻഡും ലീഡിങ് സ്ട്രാൻഡും ഉണ്ടാക്കും എന്ന് പറഞ്ഞില്ലേ. ലീഡിങ് ഇത്, ലാഗിങ് ഇത് ആണെങ്കിൽ ഇവിടെ ഒരു DNA പോളിമറൈസ് എന്ന് പറഞ്ഞിട്ടൊരു ആൾ വരും. ഈ പോളിമറൈസ് എന്ന് പറയുന്ന ആളാണ് ഈ ഒരു സ്ട്രാൻഡ് കൂടെ ഇങ്ങനെ നീങ്ങി പോകും. ആ ആളാണ് ഒരു എൻസൈമാണ് DNA പോളിമറൈസ്. എൻസൈം DNA പോളിമറൈസ് ഈ ഒരു ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ കൂടെ നീങ്ങും. ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മേജർ ആയിട്ടുള്ള സ്ട്രാൻഡ് തന്നെ. ഒന്നും കൂടെ വരച്ച് കാണിച്ചു തരാം. ഇത് നമ്മളുടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ഈ സ്ട്രാൻഡുകളെയാണ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടത്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആര് വരണം, ഒരു DNA പോളിമറൈസ് വരണം. DNA പോളിമറൈസ് വന്നിട്ട് എന്ത് ചെയ്തു, നമുക്ക് എന്ത് ചെയ്തു, ഒരു പ്രൈമറിന് ഇട്ട് കൊടുത്തു. ഇവിടെ ഒരു പ്രൈമറിന് ഇട്ട് കൊടുത്തതിന് ശേഷം അവരെന്ത് ചെയ്തു, DNA ഫുള്ള് ഇങ്ങനെ സ്ട്രാൻഡ് ഇങ്ങനെ സിന്തസൈസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ മൂപ്പരാൾ ഇയാളിങ്ങനെ നീങ്ങുന്നുണ്ടാവും കേട്ടോ, നിങ്ങൾ മറക്കരുത്. ഇയാളിങ്ങനെ നീങ്ങി ഇവിടെ എത്തും അങ്ങനെയാണ് ഫുള്ള് സിന്തസൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ സെറ്റല്ലേ? ഇനി അതേപോലെ ഇവിടെയും പ്രൈമർ വരും എന്ന് പറഞ്ഞാൽ മീൻസ് DNA പോളിമറൈസ് വരും. DNA പോളിമറൈസ് വന്നിട്ട് പോയി അവിടെ എന്ത് ചെയ്യും, ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്തിടും, പ്രൈമറിന് ഇട്ട് കൊടുത്തിട്ടാണ് അതവിടെ കംപ്ലീറ്റ് ചെയ്യുന്നതെന്നും കൂടെ ആലോചിക്കണം. ഇത്രയേ ഉള്ളൂ ഇവിടെ. ഇനി നിങ്ങൾക്ക് വരുന്ന അടുത്ത ആളാണ് ജീൻസ് ആൻഡ് പ്രോട്ടീൻ സിന്തസിസ്. എന്താണ് ജീൻസ് ആൻഡ് പ്രോട്ടീൻ സിന്തസിസ്? ഇതിൽ 2 ടൈപ്പ് ആൾക്കാരാണ് പഠിക്കാനുള്ളത്, സെൻട്രൽ ഡോഗ്മയും അതേപോലെ തന്നെ സെൻട്രൽ ഡോഗ്മയും പഠിക്കാനുണ്ട്, ജനറ്റിക് കോഡും പഠിക്കാനുണ്ട്. സെൻട്രൽ ഡോഗ്മ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് DNA നമുക്ക് ആരെ ഉണ്ടാക്കാൻ പറ്റും, mRNA ഉണ്ടാക്കാൻ പറ്റും. mRNA എന്ത് ചെയ്യാൻ പറ്റും, പ്രോട്ടീൻ ആക്കാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ സെൻട്രൽ ഡോഗ്മ പറയുക. DNA mRNA ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇതൊന്ന് ഓർത്ത് വെക്കണം, ട്രാൻസ്ക്രിപ്ഷൻ. mRNA പ്രോട്ടീൻ ആക്കുന്നത് തന്നെയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ അതിനെയാണ് സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കി നോക്കൂ, എന്താണ് സെൻട്രൽ ഡോഗ്മ? ഇതാ കണ്ടോ, നമ്മളുടെ DNA റെപ്ലിക്കേറ്റ് ചെയ്ത് RNA ആവും. RNA എന്ന് പറയുന്നത് mRNA ആണ് മേജർലി ആവാറുള്ളത്. ഓക്കെ, എന്നിട്ട് അതിനെ പ്രോട്ടീൻ ആക്കും. ഇതുണ്ടാവുന്ന പ്രോസസ്സിനെ ട്രാൻസ്ക്രിപ്ഷൻ എന്നും RNA എന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്ന ട്രാൻസ്ലേഷൻ എന്നും ഓർത്ത് വെക്കണം. ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ നമുക്ക് ആരുണ്ടാക്കണം, RNA DNA ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ട്. RNA DNA ഉണ്ടാക്കുന്നതിന് നമ്മൾ എന്ത് പറയും, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നൊരു എൻസൈം ഉണ്ട്. ആ എൻസൈം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, RNA DNA ആക്കും, എന്നിട്ട് mRNA ആക്കും, പിന്നെ പ്രോട്ടീൻ ആക്കും. അതിന് ട്രാൻസ്ക്രിപ്ഷൻ, ഇത് ട്രാൻസ്ലേഷൻ. ഓക്കെ, ഇതാണ് വ്യത്യാസം. ഇതിനാണ് സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി എന്താണ് ജനറ്റിക് കോഡ്? ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ജനറ്റിക് കോഡ് എപ്പോഴും ട്രിപ്ലെറ്റ് ആയിരിക്കും. അത് നിങ്ങൾ എപ്പോഴും ആലോചിച്ച് വെക്കണം. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, AUC, AAA, AUG എന്നൊക്കെ പറയുന്ന കുറച്ച് കോഡൗൺസ് ഉണ്ട്, എപ്പോഴും ട്രിപ്ലെറ്റ് ആയിരിക്കും. ഇതെന്ന് പറയുന്നത് ഓരോ എമിനോ ആസിഡാണ്. ഈ എമിനോ ആസിഡ്സ് 3 എണ്ണം കൂടി കഴിഞ്ഞാൽ ഒരു എമിനോ ആസിഡിനെ ഇവർ കോഡ് ചെയ്യും. ഇപ്പോൾ AUG എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പ് കോഡോൺ പോലത്തെ, ഇത് ലൂസിൻ, വാലിൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ എമിനോ ആസിഡ് ഇല്ലേ. അപ്പം ഓരോ എമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ജനറ്റിക് കോഡിൻ്റെ പരിപാടി. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റിൽ തന്നെ പറഞ്ഞു, ഓരോ പോളിപെപ്റ്റൈഡാണ് ഒരു ജീനിൽ ഒരു ജീൻ ഒരു പോളിപെപ്റ്റൈഡ് ഉണ്ടാക്കും, അവരാണ് ഒരു എൻസൈമിനെ ഉണ്ടാക്കുക പറഞ്ഞില്ലേ. അപ്പോൾ ലൂസിനൊക്കെ ചേർന്ന് എന്തുണ്ടാവും, കുറേ ലൂസിൻസ് ഒക്കെ ചേർന്ന് ഒരു പോളിപെപ്റ്റൈഡ് ഉണ്ടാക്കിയിട്ടാണ് അവരൊരു പ്രോട്ടീനെ ഉണ്ടാക്കുന്നത്. ഓക്കെ അല്ലേ, ഒരു എൻസൈമിനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജനറ്റിക് കോഡ് എന്ന് പറയുന്നത് ട്രിപ്ലെറ്റ് ആണ്, അൺആംബിക്വസ് ആണ്, കോമാലസ് ആണ്, ഡീജനറേറ്റീവ് ആണ്. ഈ ഒരു 4 പോയിന്റ്സ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനിയാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്താണ്, ട്രാൻസ്ലേഷൻ എന്താണ്. നമ്മളെന്താ പറഞ്ഞത്, ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, DNA RNA ആക്കുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞത്. അപ്പം നമ്മളുടെ DNA അൺവൈൻഡ് ചെയ്തിരിക്കുമ്പം എൻസൈംസ് ആയിട്ടുള്ള ഹെലിക്കേസും ടോപ്പോ ഐസോമറൈസും വരും. എന്നിട്ട് എന്ത് ചെയ്യും, അവിടെ RNA പോളിമറൈസ് എന്ന് പറയുന്ന ഒരു എൻസൈം വരും. ഇവിടുത്തെ എൻസൈമിൻ്റെ പേര് RNA പോളിമറൈസ് ആണ്.
RNA പോളിമറൈസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എം ആർ എൻ എനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പരിപാടിയാണ് ഉണ്ടാക്കുക. അങ്ങനെ നമുക്കിവിടെ ട്രാൻസ്ക്രിപ്ഷൻ വഴി DNA mRNA ഉണ്ടാവുക എന്ന് മാത്രം നിങ്ങൾ ഓർത്ത് വെക്കുക. DNA to mRNA is transcription. The flow of genetic information from the DNA to mRNA is called as transcription. സെറ്റല്ലേ? ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ mRNA നമ്മൾ എന്ത് ചെയ്യും? പ്രോട്ടീനാക്കി മാറ്റും. ഈ പ്രോട്ടീൻ എന്ന് പറയുന്നതാണ് എമിനോ ആസിഡ്സ് കൂടി ചേർന്നതാണ് പ്രോട്ടീൻ. അപ്പോൾ mRNA എന്താക്കി മാറ്റും? എമിനോ ആസിഡ് ആക്കി അതിനെ പ്രോട്ടീനാക്കുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അവിടെ 3 സ്റ്റെപ്പുകളുണ്ട്. ആക്ടിവേഷൻ ഓഫ് എമിനോ ആസിഡ്, ഫോർമേഷൻ ഓഫ് mRNA, റൈബോസോം കോംപ്ലക്സ്, ചെയിൻ ഇലോങ്ങേഷൻ, ചെയിൻ ടെർമിനേഷൻ. ഈ ഒരു 4 കാര്യങ്ങളും നിങ്ങൾ പഠിക്കുക. ഡീറ്റെയിൽസ് പഠിക്കേണ്ട, ഈ ഒരു പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി നിങ്ങൾ ഇതിലൊന്ന് നോക്കിയേ. ഇപ്പോൾ ഒരു സെല്ല്, ഈ സെല്ലിൽ എന്തുണ്ട്? DNA ഉണ്ട്. ഈ DNA എന്താവും? നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന മെക്കാനിസം വഴിയായിട്ട് എന്ത് ചെയ്യും? mRNA ഉണ്ടാക്കും. കണ്ടോ, RNA ഉണ്ടാക്കി. DNA നമ്മൾ എന്തുണ്ടാക്കി? RNA ഉണ്ടാക്കി. ഇതെവിടെയാണ് നടന്നത്? ന്യൂക്ലിയസ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഉള്ളിലാട്ടോ നടക്കുന്ന ന്യൂക്ലിയസ്. സെറ്റല്ലേ? ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ വെച്ച് നടന്നു. ഇനി എന്ത് ചെയ്തു? അതിനെ mRNA നമ്മൾ എന്ത് ചെയ്തു? mRNA ഇവിടെ ഉണ്ടായി. പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ mRNA ഇത് സ്പ്ലൈസിങ് ഒക്കെ ചെയ്തിട്ട് നല്ല ആൾക്കാരായിട്ട് വേണം നമുക്ക് mRNA കൊണ്ടുവരാൻ. എന്നിട്ട് ഈ mRNA എന്ത് ചെയ്യും? ന്യൂക്ലിയസിൻ്റെ പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അതിന് നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുക. അപ്പോൾ ട്രാൻസ്ലേഷൻ നടക്കുന്ന എവിടെയാണ്? സൈറ്റോസോൾ അല്ലെങ്കിൽ സൈറ്റോപ്ലാസം. ഓക്കെ, സെറ്റല്ലേ? ഇത് നടക്കുന്നത്, ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ന്യൂക്ലിയസിലാണ്. സെറ്റാണ്. അത് രണ്ടിൻ്റെ ലൊക്കേഷൻ ഓർത്ത് വെക്കണം. എന്നിട്ട് ട്രാൻസ്ലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകും? ഒരു പ്രോട്ടീൻ ഉണ്ടാകും. അപ്പോൾ നമുക്കൊരു പ്രോട്ടീൻ സെല്ലിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം? DNA എന്തുണ്ടാക്കണം? mRNA ഉണ്ടാക്കണം. mRNA എന്തുണ്ടാവണം? പ്രോട്ടീൻ ഉണ്ടാവണം. ഇതാണ് നോർമലായിട്ടുള്ള ഡിവിഷൻ. സെറ്റല്ലേ? ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് സാധനമാണ് മ്യൂട്ടേഷൻ. എന്താ മ്യൂട്ടേഷൻ? അറിയോ മ്യൂട്ടേഷൻ എന്താണെന്ന്? മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് DNA എന്തെങ്കിലും, ഇത് ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയാണ് DNA എന്ന് പറഞ്ഞു. ഈ DNA എന്തെങ്കിലും UV റേസോ നമ്മളെ സൂര്യൻ്റെ സൺലൈറ്റൊക്കെ തട്ടി നമുക്ക് എന്തുണ്ടാകും? മ്യൂട്ടേഷൻ വരാൻ ചാൻസ് ഉണ്ട്. മ്യൂട്ടേഷൻ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഹെവി റേഡിയേഷനൊക്കെ സംഭവിച്ചാൽ മതി. റേഡിയേഷനോ അതേപോലെ തന്നെ നമ്മളുടെ സണ്ണിനകത്ത് നിന്ന് വരുന്ന ആൽഫ ഗാമ പോലത്തെ വലിയ റേസസ് ഒക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് മ്യൂട്ടേഷൻ വരാം. അപ്പോൾ മ്യൂട്ടേഷൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ബേസസിൽ എഡിനിൻ, ഗ്വൈനിൻ, സൈറ്റോസിൻ, തൈമിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബേസസുകളൊക്കെ ഒന്ന് റിവേഴ്സ് ചെയ്യും. അങ്ങനെ റിവേഴ്സ് ചെയ്തു അവിടെ നിന്ന് ഇപ്പോൾ ഒരാൾ മാറിയെന്ന് വെച്ചോ, എഡിനിന് പകരം അവിടെ ഗ്വൈനിൻ വരേണ്ടടുത്ത് ഇവിടെ സൈറ്റോസിൻ വന്നിരിക്കുകയാണെങ്കിൽ തെറ്റല്ലേ? ഇങ്ങനെ തെറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ DNA ജനറ്റിക് മേക്കപ്പിനെ അത് ബാധിക്കും. അങ്ങനെ ബാധിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അതിനനുസരിച്ചുള്ള ഡിഫറൻസസ് വരും. ചില പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മുടെ ബോഡിയിൽ ശരിക്കും വേണ്ട ഒരു പ്രോട്ടീന്, ഇപ്പോൾ തൈറോയിഡ് ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വേണ്ടതാണ് തൈറോയിഡ് എന്ന് പറയുന്നത്. ഈ തൈറോയിഡിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? നമ്മളെ നോർമലായിട്ടുള്ള മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒന്നും നടക്കില്ല. അപ്പം ഒരു DNA കോഡ് ചെയ്ത് ജീനിൽ നിന്ന് കോഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? തൈറോയിഡിൻ്റെ എൻസൈം കിട്ടുന്നത്. അപ്പോൾ ആ എൻസൈമിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, മീൻസ് എൻസൈമിനെ കോഡ് ചെയ്യുന്ന ഇവിടുത്തെ A മാറി C ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു അമിനോ ആസിഡ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. വേറൊരു അമിനോ ആസിഡ് ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന പ്രോട്ടീൻ വേറെയായി. പ്രോട്ടീൻ വേറെ ആയാലും നമുക്ക് എന്തുണ്ടാവും? അതിൻ്റെ ഡിഫക്റ്റ് നമുക്കിങ്ങനെ കാണാൻ പറ്റും. നമുക്ക് അപ്പോൾ പറയും, അയ്യോ നമുക്ക് തൈറോയിഡ് ഉണ്ട്, തൈറോയിഡ് എൻസൈം വരേക്ക് വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയണതിൻ്റെ കാരണം എന്താണ്? നമ്മൾക്ക് എന്തെങ്കിലും മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ DNA മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റ് കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ DNA മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ എന്തൊക്കെ കുറേ ടൈപ്പ് മ്യൂട്ടേഷൻ ഉണ്ട്. ഒന്നാമത്തെയാണ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ പ്യൂരിൻ മാറിയിട്ട് പ്യൂരിൻ ആവുന്നതിനെയാണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് T മാറി G ആവുന്നത്. ഓക്കെ, പ്യൂരിൻ മാറി പ്യൂരിൻ ആവുന്നതാണ്. ശരിക്കും T മാറി G അല്ല ആവേണ്ടത്. എന്താ പറയുക, A മാറി G ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്യൂരിൻ എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂരിൻ മാറി പിരമിഡിൻ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പിരമിഡിൻ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ട്രാൻസ്വേർഷൻ എന്ന് പറയാം. ഇവിടുത്തെ വ്യത്യാസം എന്താ? Aയും Tയും Gയും Cയും ഇവിടുത്തെ C മാറി T വന്നു. Cയും Tയും എന്ന് പറയുന്നത് ഇതില്ലേ ഇവർക്ക് മാറിപ്പോയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ എക്സാമ്പിൾ ഒന്ന് മാറിപ്പോയതാണ്. സംഭവം എന്താണെന്നറിയോ? ഇതിൻ്റെ എക്സാമ്പിൾ, ട്രാൻസിഷൻ്റെ എക്സാമ്പിൾ ഇതാ. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ പ്യൂരിൻ മാറിയിട്ട് പ്യൂരിൻ ആവുകയാണ്. ഓക്കെ, ശരിക്കും എഴുതി വെക്കണേ. അത് പറഞ്ഞാൽ ഇവിടെ കണ്ടോ, C മാറി T ആവുന്നു. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? C മാറി T ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും
പ്യൂരിൻ തന്നെയാണല്ലോ. പ്യൂരിൻ മാറി പ്യൂരിൻ ആകുന്നതാണല്ലോ നമ്മളെ ട്രാൻസിഷൻ. സെറ്റല്ലേ? സിയും ടിയും പ്യൂരിൻ. പക്ഷെ സിയും ടിയും പ്യൂരിൻ അല്ലടാ, സിയും ടിയും പിരമിഡിനാണ്. ഓക്കെ, ഇവർക്ക് തെറ്റിയിട്ടുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട് ഇതിൽ. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് നോക്കാം, ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ല, പ്യൂരിൻ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഇത് പഠിച്ചു വെച്ചാൽ മതി. പ്യൂരിൻ ടു പ്യൂരിനാണ് ട്രാൻസിഷൻ. ഓർത്ത് വെക്കണേ. പ്യൂരിൻ എന്ന് പറഞ്ഞാൽ എന്താ? അഡിനിനും ഗ്വൈനിനുമാണ്. എഡിനിൻ മാറി ഗ്വൈനിൻ വരിക, ഗ്വൈനിൻ മാറി എഡിനിൻ വരിക. ഇതിനെയാണ് പ്യൂരിൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്യൂരിൻ മാറിയിട്ട് പ്യൂരിൻ വരുന്നതിനാണ് ട്രാൻസിഷൻ മ്യൂട്ടേഷൻ എന്ന് പറയാം കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇവർ പെയർ ചെയ്യുന്നു എന്നല്ല അർത്ഥം. എഡിനിൻ മാറിയിട്ട് എഡിനിൻ്റെ സ്ഥാനത്ത് ഗ്വൈനിൻ എന്ന് പറയുന്ന ഒരേ പ്യൂരിൻ വരികയാണെങ്കിൽ അത് ട്രാൻസിഷനാണ്. ട്രാൻസ്വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂരിനോ അല്ലെങ്കിൽ പ്യൂരിൻ മാറിയിട്ട് പിരമിഡിൻ വരുന്നത്, അല്ലെങ്കിൽ എന്താണ് പിരമിഡിൻ മാറിയിട്ട് പ്യൂരിൻ വരുന്നത്, ഇതിനെ നമ്മൾ എന്ത് പറയും? ട്രാൻസ്വേർഷൻ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തതാണ് നിങ്ങൾക്ക് പറയാനുള്ള ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ലോസോ അല്ലെ ഗെയിൻ ഓഫ് 1 ന്യൂക്ലിയോടൈഡ്. ഇപ്പം നോക്കിക്കോ, അയ്യോ ഇത് കാണത്തില്ലല്ലേ, നമ്മൾ കാണിക്കണല്ലോ, നമ്മളോടാ കളി. യെസ്, ഫ്രെയിം ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഈ CAT എന്ന് പറയണത് ഒരു ട്രിപ്ലറ്റ് അല്ലേ കോഡോൺ. ഇതൊരു വാലിനെ ഉണ്ടാക്കും, ഇതൊരു എൻസൈം വാലിനെ ഉണ്ടാക്കും. ഇങ്ങനെ വാലിൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് വാലിൻ എന്ന് പറയുന്ന ഒരു എൻസൈമിനെ ഉണ്ടാക്കേണ്ട ആളാണ്. പക്ഷേ ഇവിടുത്തെ ഒരു C എന്ത് ചെയ്തു? ഇതാ CAT ഇവിടെ കറക്റ്റാണ്, പക്ഷേ ഇവിടെ ACT ഒന്ന് തിരിഞ്ഞു പോയപ്പോൾ ഇവരുണ്ടാക്കുന്ന എൻസൈം മാറി. വാലിനാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, അപ്പോൾ ഇവിടെ ഗ്വൈനിനാവും. അപ്പോൾ ഇവിടെ എന്തായി? ഗ്വൈനിനായി. ഇനി ഈ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ഈ ഒരു എൻസൈം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇത് കോഡ് ചെയ്ത് വരുന്ന പ്രോട്ടീൻ മാറിയില്ലേ? പ്രോട്ടീൻ ഡിഫറെൻ്റ് ആയില്ലേ? ഇത് ഒരു പ്രോട്ടീൻ ഉണ്ടാക്കും, ഇത് മൂന്നും ചെയ്താൽ വാലിൻ പ്രോട്ടീൻ ഉണ്ടാവേണ്ടത്. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ ഉണ്ടായ പ്രോട്ടീന് ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ വേറൊരു പ്രോട്ടീൻ വന്നു. അതിനാണ് നമ്മൾ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുക. അപ്പം ലോസ് ഓർ ഗെയിൻ ഓഫ് 1 ന്യൂക്ലിയോടൈഡിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറയാം. ഇനി ലാസ്റ്റ് വണ്ണാണ് മിസെൻസ് മ്യൂട്ടേഷൻ. എന്താ മിസെൻസ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ന്യൂക്ലിയോടൈഡ് ഗിവ് എ ഡിഫറെൻറ്റ് പ്രോട്ടീൻ. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഇത് ഒരു ന്യൂക്ലിയോടൈഡിൽ ഏതെങ്കിലും ഒരു ന്യൂക്ലിയോടൈഡ് ചേഞ്ച് ചെയ്താൽ ഉണ്ടാകുന്നതിനാണ് മിസെൻസ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിക്കിൾ സെൽ അനീമിയ, അത് നിങ്ങൾ അതുപോലെ പഠിച്ചു വെക്കുക. ഇനി നോൺസെൻസ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ജനറ്റിക് കോഡോണ് ഒരു സ്റ്റോപ്പ് കോഡോണിലെത്തും. നമുക്ക് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷനൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം പറയില്ലേ, ഈ ട്രെയിന് പോകുന്ന വഴിക്ക് ട്രെയിനിന് നമുക്കൊരു സിഗ്നൽ കാണിച്ചാൽ ട്രെയിൻ നിൽക്കും എന്ന് പറയില്ലേ? ഒരു പച്ച സിഗ്നൽ കാണിച്ചാൽ പോകണോ, എന്തോ ഒരു വഴിയില്ലേ, അതെനിക്ക് വലിയ അറിയില്ല. ട്രെയിൻ നിൽക്കുന്നത് ഒരു സിഗ്നൽ കാണുമ്പോൾ അല്ലേ, അതേപോലെ ട്രാൻസിഷനലും ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഈ ട്രെയിൻ പോകുന്ന പോലെ ആലോചിക്കുക. DNA ഉള്ളിൽ കൂടെ ഈ RNA പോളിമറൈസ് ഇങ്ങനെ പോകുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ പെട്ടെന്ന് സ്റ്റോപ്പ് കാണിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഒരു സ്റ്റോപ്പ് കോഡോണിന് വെക്കും. സ്റ്റോപ്പ് കോഡോൺ എന്ന് പറയുന്നത് യൂഷ്വലി UAG അല്ലെങ്കിൽ UGA, ഇതാണ് 3 സ്റ്റോപ്പ് കോഡോൺസ്. അപ്പോൾ ഇവിടെ കണ്ടോ, UAA എന്ന് പറയുന്ന ഒരാൾ നടുവിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രോട്ടീന് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ട പ്രോട്ടീനാണ്. പെട്ടെന്ന് ഇവിടെ ഒരു U വന്ന് ചേർന്നപ്പോൾ സ്റ്റോപ്പ് ആയിപ്പോയി. ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ട പ്രോട്ടീനാണ്, പെട്ടെന്ന് നടുവിൽ UA വന്നപ്പോൾ ഇവിടെ വെച്ച് അവർ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് പ്രോട്ടീൻ ഉണ്ടാവുമോ? ഇല്ലല്ലോ. അതിനാണ് നോൺസെൻസ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി സൈലൻറ്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ തന്നെ പറഞ്ഞുതരാം. ഇപ്പം AUC UAC എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രോട്ടീൻ ഉണ്ട്. ഇത് കോഡ് ചെയ്യുന്നത് വാലിനാണ്, ഇതും കോഡ് ചെയ്യുന്നത് വാലിനാണെന്ന് വിചാരിച്ചു. ഇവിടെ ശരിക്കും AUC ആണ് വരേണ്ടിയിരുന്നത്, പക്ഷേ ഇവിടെ U ആയാലും 2 കോഡോൺസ് വാലിനെ കോഡ് ചെയ്യുന്നുണ്ടാവും. അതിനെയാണ് നമ്മൾ സൈലൻറ്റ് മ്യൂട്ടേഷൻ എന്ന് പറയാം. മാറിയെന്ന് ആരും അറിയത്തില്ല, അതിനെയാണ് സൈലൻറ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പം നിങ്ങൾ നോക്കേണ്ടത് ഇത്രേ ഉള്ളൂ. എന്താണ് DNA, ജനറ്റിക് മെറ്റീരിയൽ എന്താണ്, അതിനെപ്പറ്റി നോക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നോക്കേണ്ടത്. DNA കണ്ടുപിടിച്ചത് ആര്, ഏതൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്ത്, എന്തായാലും എക്സ്പെരിമെൻറ്റ് നോക്കണം. പിന്നെ എന്താണ് ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കണം. ചാർഗഫ് റൂൾ നോക്കണം. ദെൻ നമ്മളുടെ എന്താണ് DNA RNA തമ്മിലുള്ള ഡിഫറൻസ് നോക്കണം. പിന്നെന്താണ് DNA റെപ്ലിക്കേഷൻ നോക്കണം. പിന്നെ സെൻട്രൽ ഡോഗ്മ നോക്കണം. ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, ഈ ഒരു ടൈപ്പ് നോക്കണം. ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നോക്കി വെക്കണം. ശരിയല്ലേ? ഓക്കെ, താങ്ക് യു.